നമ്മളെല്ലാം വിശ്വസിക്കുന്നത് ദൈവം നമ്മളോട്, ദൈവവചനത്തിലൂടെ ദൈവം നമ്മളോട് സംസാരിക്കുമെന്നാണ്, അല്ലേ? സംസാരിക്കുന്ന ദൈവമാണ്. അപ്പോൾ ഈ ദൈവം സംസാരിക്കുന്നത് എങ്ങനെയാണെന്നാണ് നമ്മുടെ ആളുകളിൽ പലരും മനസ്സിലാക്കിയിരിക്കുന്നത് വെച്ചാൽ, കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു എന്നാ തോന്നുന്നത്, എൻ്റെ ഓർമ്മ. ചിലർ ബൈബിൾ എടുത്ത് ഇങ്ങനെ വെക്കും, ഇങ്ങനെ വെച്ചിട്ട് എന്ത് ചെയ്യും? സ്വോത്ര രക്തം ചെയ്യ അല്ലേ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഇങ്ങനെ പകുതിക്കൊന്ന് തുറക്കും. അപ്പം യോബിൻ്റെ പുസ്തകമാണെങ്കിൽ പെട്ടെന്നങ്ങ് അടയ്ക്കുകയും ചെയ്യും, അല്ലേ? എന്നിട്ട് നമ്മൾ വിരൽ ഇച്ചിരൂടെ ഇങ്ങോട്ട് എന്ത് ചെയ്യും? നീട്ടും. യോബ് കഴിഞ്ഞാൽ അടുത്ത ആരാ? സങ്കീർത്തനം. അത് കിട്ടാൻ വേണ്ടിയാന്നേ. അപ്പോൾ അത് നമ്മൾ വീണ്ടും തുറക്കുമ്പോൾ 51-ാം സങ്കീർത്തനമാണ്, പിന്നെ അടയ്ക്കും. എന്നിട്ട് നമ്മളിങ്ങനെ പോരാട്ടം. എന്നിട്ട് വീണ്ടും നമ്മൾ തുറക്കും. 22 പിന്നെ അടയ്ക്കും, 51 പിന്നെ അടയ്ക്കും. ചുരുക്കി പറഞ്ഞാൽ നല്ലൊരെണ്ണം കിട്ടുന്ന വരെ നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കും? തുറന്നുകൊണ്ടിരിക്കും. തുറന്നിട്ട് നല്ലൊരെണ്ണം കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് ഞായറാഴ്ച ദൈവാത്മാവ് എനിക്ക് അന്നൊരു വാക്യം വായിച്ചുകൊണ്ട്, പച്ചക്കള്ളമാണ്, ദൈവാത്മാവ് തന്നെയൊന്നും അല്ല, കുത്തിയിരുന്ന് തപ്പി പിടിച്ചതാണ്. അപ്പോൾ ദൈവം സംസാരിക്കുമെന്ന് ചോദിച്ചാൽ ദൈവം സംസാരിക്കും. ദൈവം സംസാരിക്കുന്നത് ഈ പകുതിക്ക് തുറക്കുമ്പോൾ കിട്ടുന്നതല്ല. പിന്നെ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ ആണ്ടർതിക്ക് കുലുക്കി ഇട്ടിട്ട് എടുക്കുന്നതും അല്ല. വെറും വിഡ്ഢിത്തമാണ്, ഒന്നുമല്ല. പണ്ടൊരു പാസ്റ്റർ ആണ്ടർതി എല്ലാം കൂടെ അടുത്ത് വന്നപ്പോഴത്തേക്ക് ഈ വാക്യം എഴുതാൻ സമയമില്ല, സമയം അങ്ങ് ഓടിപ്പോവാ. പിള്ളേരോട് പറഞ്ഞു, എടാ 50 വാക്യം എടുത്ത് കുറിച്ചിടറാന്ന് പറഞ്ഞു. പിള്ളേർ എഴുതി ഇട്ടു. ഒരു കുലുക്കി എടുത്തപ്പോൾ യൂദാ കെട്ടി ഞാൻ ചത്തു. പാസ്റ്റർ ആയിരുന്നെങ്കിൽ ഇച്ചിരി നല്ലത് നോക്കി പിള്ളേരെ ഒന്നും ഏൽപ്പിക്കരുത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ പകുതിക്ക് തുറക്കുമ്പോൾ കിട്ടുന്നതോ കുലുക്കി എടുക്കുന്നതോ ഒന്നും അല്ല ദൈവം നമ്മളോട് സംസാരിക്കുന്നത്. ഞാൻ വളരെ കൃത്യമായിട്ട്, ദൈവം 3 നിലയിൽ നമ്മളോട് സംസാരിക്കും. 1, ദൈവം നമ്മുടെ ഹൃദയത്തിൽ ഇടപെടും. ശ്രദ്ധിക്കൂ, ദൈവം നമ്മുടെ ഹൃദയത്തിൽ ഇടപെടും. അത് നിയോഗമാണ്. ഞാൻ പറയാം, ഇപ്പം നമ്മൾ ഒരു സ്ഥലത്ത് പ്രാർത്ഥിക്കാനായിട്ട് നമ്മൾ പോവുക, അല്ല ഒരു വീട്ടിലേക്ക് നമ്മളെ വിളിക്കുക. നമ്മൾ പറയാം, ഓക്കെ ഞാൻ അങ്ങോട്ട് വരാമെന്ന് പറയും. ചിലപ്പോൾ നമ്മൾ ട്രസ്റ്റ് ചെയ്യുമ്പോഴായിരിക്കും ദൈവാത്മാവ് നമുക്ക് നിയോഗം തരുന്നത്, നീ അവിടെ പോകണ്ട. നിയോഗം തരും. ഈ പ്രാർത്ഥിക്കണ്ട എന്നൊക്കെ ദൈവം പറയുക ഭാഷ എന്നാ പറഞ്ഞിട്ടുണ്ടല്ലോ. യിരെമ്യാ പ്രവാചകനോടൊക്കെ പറഞ്ഞു, ഈ ജനത്തിന് വേണ്ടി നീ എന്നോട് പ്രാർത്ഥിക്കണ്ട, ഇവർക്ക് വേണ്ടി എന്നോട് ഇടിവിൽ നിൽക്കണ്ട. നമ്മൾ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ പഠിക്കാനുണ്ട്. നമ്മൾ ഈ കണ്ടെടുത്തെല്ലാം കൊണ്ടുപോയി കൈവെക്കരുത്. അപ്പുറത്തൊരു ക്യാൻസർ രോഗം, എന്നാ ഞാൻ ഇപ്പോൾ പോയി കൊണ്ടുപോയി കൈവെക്കുന്ന പരിപാടി അങ്ങനെയൊന്നും ചെയ്യരുത്. നമ്മൾ പ്രാർത്ഥിച്ച് നിയോഗം പ്രാപിക്കണം. ദൈവാത്മാവ് നമുക്ക് ഗൈഡൻസ് തരുന്നത്. ഇനിയിപ്പോൾ ഈ പറഞ്ഞതിന് വചനതെളിവുണ്ടോ? നമുക്ക് വായിക്കാം. അപ്പോസ്തല പ്രവൃത്തി 16:6 ഒന്ന് വായിച്ചാട്ടെ. എല്ലാം നമുക്കങ്ങ് ചിന്തിച്ചു പോയി. ഇല്ലെങ്കിൽ പിന്നെ അത് ബൈബിളിൽ എവിടാന്നൊക്കെ പിന്നെ വേണമെങ്കിൽ നമുക്കൊരു ചിന്ത വരും. അവർ ആസ്യയിൽ വചനം പ്രസംഗിക്കരുതെന്ന് പരിശുദ്ധാത്മാവ് വിലക്കുകയാണ്. അപ്പൊ ഇവർ ആസ്യയിൽ വചനം പ്രസംഗിക്കരുതെന്ന് പരിശുദ്ധാത്മാവ് എന്ത് ചെയ്തു? വിലക്കി. അതിൻ്റെ അർത്ഥം എന്താ? ആസ്യയിലുള്ളവരെല്ലാം അങ്ങ് നരകത്തിൽ പോട്ടെന്നാണോ? അല്ല. ആസ്യയിലുള്ള മനുഷ്യരോട് ദൈവവചനം അറിയിക്കാൻ ദൈവത്താൽ നിയോഗിക്കപ്പെട്ടവരെ ദൈവം അയച്ചോളും. നമുക്ക് അയക്കാത്തടത്ത് നമ്മൾ എന്ത് ചെയ്യണ്ട? പോകണ്ട. അത്ര ആസ്യയിൽ പോകണ്ട. പിന്നെ വിലക്കുകയാൽ ഫ്രുഗ്യയിലും ഗലാത്യ ദേശത്തിലും കൂടി സഞ്ചരിച്ച് മൂസ്യ വഴി മുസ്യയിലെത്തി ബിഥുന്യയ്ക്ക് പോകുവാൻ ശ്രമിച്ചു. എന്നാ പിന്നെ ആസ്യയിൽ പോകണ്ട, എങ്ങോട്ട് പോകാം? ബിഥുന്യയ്ക്ക് പോകാന്ന് വിചാരിച്ചു. അടുത്ത വാക്ക്, യേശുവിന്റെ ആത്മാവോ അവരെ സമ്മതിച്ചില്ല. കണ്ടോ? ആസ്യയിൽ പോകാന്ന് പറഞ്ഞപ്പോ അവിടെ പോകണ്ട. എന്നാ പിന്നെ മൂസ്യ വഴി ബിഥുന്യയ്ക്ക് പോകാന്ന് വിചാരിച്ചപ്പോ അവിടെയും പോകണ്ടെന്ന് വെച്ചു. അപ്പൊ നോക്കിയ ദൈവാത്മാവിന്റെ നടത്തിപ്പ്. ഈ 2 സ്ഥലങ്ങളിലുള്ള മനുഷ്യർ നരകത്തിൽ പോട്ടെന്ന് വിചാരിച്ചിട്ടാണോ? അല്ല. നീ പോകേണ്ടത് അവിടെ അല്ല. പിന്നെ എങ്ങോട്ട് പോകാൻ പറഞ്ഞു? വായിച്ചേ. അവർ മുസ്യ കടന്നു ത്രോവാസിലെത്തി. അവിടെ വെച്ച് പൗലോസ് രാത്രിയിൽ മക്കദോന്യക്കാരനായ ഒരു പുരുഷൻ അരികെ നിന്ന്, നീ മക്കദോന്യക്ക് കടന്നു വന്ന് ഞങ്ങളെ സഹായിക്കുക എന്ന് തന്നോട് അപേക്ഷിക്കുന്നതായി ഒരു ദർശനം കണ്ടു. അടുത്തത്, ഈ ദർശനം കണ്ടിട്ട് അവരോട് സുവിശേഷം അറിയിപ്പാൻ ദൈവം ഞങ്ങളെ വിളിച്ചിരിക്കുന്നു എന്ന് നിശ്ചയിച്ചു. അപ്പൊ അവിടെ ഹൃദയത്തിൽ ഒരു നിയോഗം ഉണ്ടായി. ആസ്യയിലും ബിഥുന്യയിലും അല്ല, മക്കദോന്യയിൽ സുവിശേഷം അറിയിക്കാനാണ് കർത്താവിന്റെ നിയോഗം. അത് നിശ്ചയിച്ചിട്ട് അവരെന്ത് ചെയ്തു? ഞങ്ങൾ ഉടനെ മക്കദോന്യയ്ക്ക് പുറപ്പെടുവാൻ ശ്രമിച്ചു. ഇനി ശ്രദ്ധിച്ച് കേട്ടോണേ. അടുത്തത്, അങ്ങനെ ഞങ്ങൾ ത്രോവാസിൽ നിന്ന് കപ്പൽ നീക്കി നേരെ സമോത്രയിലേക്കും പിറ്റന്നാൾ നവപൊലിക്കും അവിടെ നിന്ന് ഫിലിപ്പിയിലേക്കും ചെന്നിട്ട്, ഇത് മക്കദോന്യയുടെ ഒരു ഭാഗത്ത് ഒരു പ്രധാന പട്ടണവും റോമക്കാർ കുടിയേറി പാർത്തതുമാകുന്നു. അപ്പൊ റോമാക്കാർ വന്ന് കുടിയേറി പാർത്ത ഒരു കോളനി, റോമാ കോളനിയാണ് ഇവർ ചെന്ന ആ സ്ഥലം. ആ പട്ടണത്തിൽ ഞങ്ങൾ ചില ദിവസം പാർത്തു. ശബത്ത് നാളിൽ ഞങ്ങൾ ഗോപുരത്തിന് പുറത്തേക്ക് പോയി അവിടെ പ്രാർത്ഥനാ സ്ഥലം ഉണ്ടായിരിക്കും എന്ന് ഞങ്ങൾ വിചാരിച്ചു. അപ്പൊ നിക്കട്ടെ. അപ്പൊ ആസ്യയ്ക്ക് പോകണ്ട, ബിഥുന്യയ്ക്കും പോകണ്ട എന്ന് പറഞ്ഞിട്ട് ദൈവാത്മാവ് പറഞ്ഞ സ്ഥലത്തേക്കാ പോയത്.
പോയപ്പോൾ അവിടെ ചെന്നപ്പം അവിടെ വല്ല പ്രാർത്ഥനാലയം വല്ലതും ഉണ്ടായിരിക്കുമെന്ന് എന്ത് ചെയ്തു? വിചാരിച്ചു, ചിന്തിച്ചങ്ങനെ പോയത്. പക്ഷേ ഇരിക്കാൻ ഒരു കസേര പോലും കിട്ടിയില്ല. എവിടായിരുന്നേ? പുഴവക്കത്തിരുന്നു. അപ്പൊ ശ്രദ്ധിച്ചേ, ദൈവാത്മാവ് പറഞ്ഞിട്ട് പോയടത്ത് ചിലപ്പം വലിയ മാന്യതയോ സ്വീകാര്യതയോ ഇരിക്കാൻ കസേരയോ ഒന്നും കിട്ടിയെന്ന് വരത്തില്ല. മനസ്സിലായോ? പക്ഷെ ദൈവം അയച്ചെന്നുള്ളതുകൊണ്ട് പോയി. അവിടെ ഇരുന്നപ്പോൾ ഈ പുഴയിൽ തുണി അലക്കാൻ വന്ന സഹോദരിമാരവിടെ കണ്ടപ്പോൾ അവരോട് എന്ത് ചെയ്തു? ദൈവവചനം സംസാരിച്ചു. അടുത്തത്, തുയത്തര പട്ടണക്കാരിയും രക്താംബരം വിൽക്കുന്നവളുമായി ലുദിയ എന്നു പേരുള്ള ദൈവഭക്തയായ ഒരു സ്ത്രീ കേട്ടുകൊണ്ടിരുന്നു. പൗലോസ് സംസാരിച്ച് ശ്രദ്ധിക്കേണ്ടതിന് കർത്താവ് അവളുടെ ഹൃദയം തുറന്നു. അടുത്തത്, അവളും കുടുംബവും സ്നാനമേറ്റ ശേഷം. കണ്ടോ? അവളും കുടുംബവും സ്നാനമേറ്റ ശേഷം. അപ്പം ആത്മാവിനെ എവിടുന്നാ കിട്ടിയത്? പുഴവക്കത്തുനിന്ന്. പുഴവക്കത്തുനിന്ന് ഒരു ആത്മാവിനെ കിട്ടി. അവൾ മുഖാന്തരം അവളെ കുടുംബം എന്ത് ചെയ്തു? വിശ്വാസത്തിലേക്ക് വന്നു. അവർ കുടുംബമായി സ്നാനമേറ്റു. എന്നിട്ട് പറയാം, എന്നെ കർത്താവിൽ വിശ്വസ്തം എണ്ണിയിരിക്കുന്നെങ്കിൽ എൻ്റെ വീട്ടിൽ വന്ന് പാർപ്പിൻ. ആ കാലത്ത് ഏറ്റവും വലിയ ബിസിനസ്സുകളിൽ ഒന്നാണ് രക്താംബരം വിൽക്കുക എന്ന് പറയുന്നത്. വലിയ ബിസിനസ് സാമ്രാജ്യമുള്ള ഒരു സഹോദരി വിശ്വാസത്തിലേക്ക് വരുന്നു. ഒരു കസേര പോലും കിട്ടാത്ത സ്ഥലത്താണ് പോയത്. പക്ഷെ ദൈവത്തിൻ്റെ ആലോചനയാണെന്ന ബോധ്യം ഉണ്ടായിരുന്നത് കൊണ്ട് അവിടെ ഒരു കുടുംബത്തെ കർത്താവ് കൊണ്ടുവരുന്നു. ആ കുടുംബത്തിൽ താമസിക്കണമെന്ന് നിർബന്ധിച്ചു. ഇനി അടുത്ത വാക്യം വായിച്ചു നോക്കിയേ. ഞങ്ങൾ പ്രാർത്ഥനാ സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ. അപ്പൊ ഇപ്പൊ എന്തുണ്ടായി? ഇവർ ദൈവാലോചനയ്ക്ക് അവിടെ ചെല്ലുമ്പോൾ പ്രാർത്ഥനാ സ്ഥലം ഉണ്ടായിരിക്കുമെന്ന് വിചാരിച്ചു. പക്ഷെ ഇല്ലാത്തതുകൊണ്ട് എവിടെ ഇരുന്നു? പുഴവക്കത്തിരുന്നു. നല്ല ഒരു കുടുംബത്തെ കർത്താവ് ഇങ്ങോട്ട് കൊണ്ടുവന്നപ്പോൾ എന്തുണ്ടായി? അങ്ങനെ ഒരു കുടുംബം മതി. നിങ്ങൾക്ക് മനസ്സിലായോ? അങ്ങനെ ഒരു കുടുംബം മതി. ഒരു ദേശത്ത് വസ്തു മേടിക്കണോ സഭ പണിയണോ അതിന് 1000 പേര് വേണമെന്നില്ല. ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരൊറ്റ കുടുംബം മതി. അവിടെ പിന്നെ എന്തുണ്ടായി? പ്രാർത്ഥനാലയം ഉണ്ടായി. ഓക്കെ, നമ്മുടെ വിഷയം അതല്ലാത്തത് കൊണ്ട് അതൊന്ന് വായിച്ച് അതിനകത്ത് വേറൊരു സാധനം കിടപ്പുണ്ട്, അതും കൂടെ ചിന്തിക്കാം. ഞങ്ങൾ പ്രാർത്ഥനാ സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ വെളിച്ചപ്പാടത്തിയായി ലക്ഷണം പറഞ്ഞു യജമാന്മാർക്ക് വളരെ ലാഭം വരുത്തുന്ന ഒരു ബാല്യക്കാരത്തി ഞങ്ങളെ എതിരേറ്റു. പൗലോസിന്റെയും ഞങ്ങളുടെയും പിന്നാലെ വന്നു. ഈ മനുഷ്യർ അത്യുന്നതനായ ദൈവത്തിന്റെ ദാസന്മാർ, രക്ഷാമാർഗം നിങ്ങളോട് അറിയിക്കുന്നവർ എന്ന് വിളിച്ചു പറഞ്ഞു. ഈ ദൂത് കള്ളമാണോ സത്യമാണോ? നിങ്ങൾ പറ. ഈ ദൂത് കള്ളമാണോ സത്യമാണോ? ഒരു വരി പോലും തെറ്റില്ല. ഇവർ അത്യുന്നതനായ ദൈവത്തിന്റെ ദാസന്മാർ ഇവിടെ വന്നിരിക്കുന്നത് രക്ഷാമാർഗം പറയാനാണെന്ന് ഉള്ള ദൂത് സത്യമാണ്. ഈ സഹോദരി ഇവരെ മുമ്പ് കണ്ടിട്ടുണ്ടോ? ആരെങ്കിലും വിട്ട് അന്വേഷിച്ചറിഞ്ഞിട്ടുണ്ടോ? ഇല്ല. പക്ഷെ കൃത്യം ദൂതല്ലേ പറഞ്ഞേ? നമ്മളായിരുന്നെങ്കിലോ 3 ദിവസം ഉപവാസ പ്രാർത്ഥനയ്ക്ക് അമ്മാമ്മയുടെ ഡേറ്റും മേടിച്ചിട്ട് എന്നാ ദൂതാണ് എൻ്റെ കൃത്യം, എൻ്റെ പാസ്റ്റർ ഇത് എങ്ങനെ ഇത്ര കൃത്യമായിട്ട് പറഞ്ഞു? എങ്ങനെ കൃത്യമായിട്ട് പറഞ്ഞെന്നറിയണ്ടേ? താഴോട്ട് വായിക്കാം. ഇങ്ങനെ അവൾ പല നാൾ ചെയ്തു വന്നു. പൗലോസ് മുഷിഞ്ഞ് തിരിഞ്ഞു നോക്കി അവളിലുള്ള ഭൂതത്തോട്, അവളെ വിട്ടുപോകുവാൻ ഞാൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിന്നോട് കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞു. ആ നാഴികയിൽ തന്നെ അത് അവളെ വിട്ടുപോയി. അപ്പൊ ഈ കൃത്യം ദൂത്, ഫോറൻസിക് പ്രൊഫറ്റ് ആരാ പറഞ്ഞേ? ഭൂതം. മനസ്സിലായോ? അതുകൊണ്ട് ആരെങ്കിലും ബഹ്റൈനിൽ വന്നിറങ്ങിയിട്ട് എന്നാ കൃത്യം ഞങ്ങളുടെ ജീവിതത്തിൽ ഒന്നും പുള്ളിക്ക് അറിയത്തില്ല, ഒരു പരിചയമില്ല, എന്നാലും കൃത്യമായിട്ട് പറഞ്ഞു എന്ന് പറയുമ്പോൾ ഉടനെ ഭൂതങ്ങളുടെ കീഴെ കൊണ്ട് തല വെച്ച് കൊടുക്കരുത്. അപ്പോൾ ചോദിക്കും, പിന്നെ ഇനിയിപ്പം പ്രവചനം എങ്ങനെ അവിശ്വസിക്കുക? നമുക്ക് അടുത്ത ദിവസങ്ങളിലെ ക്ലാസ് ഉണ്ടല്ലോ. പ്രവചനം ഇല്ല എന്നൊന്നും അല്ല നമ്മൾ പഠിപ്പിക്കുന്നത്. വേദപുസ്തകത്തിൽ എഴുതപ്പെട്ട എല്ലാ കൃപാവര ശുശ്രൂഷകളും കർത്താവിൻ്റെ വരവോളം ദൈവസഭയിലുണ്ട്. അതിലൊന്നും നമുക്ക് പ്രശ്നമില്ല, തടസ്സമില്ല. പക്ഷേ ശരിയും തെറ്റും ദൈവമക്കൾ തിരിച്ചറിഞ്ഞ് പഠിക്കണം. അല്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന് വെച്ചാൽ, കുടുംബത്തിൽ ഒരു തിക്ത അനുഭവം നേരിട്ടാൽ അവരുടെ ഹൃദയം കഠിനപ്പെട്ടു പോകും. പിന്നെ അവർ പറയും പെന്തിക്കോസുകാരെല്ലാം കള്ളന്മാരാണെന്ന് പറയും. അവർ തിരിച്ചു പോകും, അവരുടെ ഹൃദയം കഠിനപ്പെട്ടു പോകും. പിന്നെ ഏത് ഭാഷ സംസാരിച്ചാലും അവരെ മടക്കിക്കൊണ്ടുവരാൻ പറ്റാത്തവണ്ണം അവരുടെ ഹൃദയത്തിൽ മുറിവേൽക്കും. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, അകത്ത് വരാത്ത ഒരുത്തനെ നമുക്ക് എങ്ങനെയെങ്കിലും കൊണ്ടുവരാം. അകത്ത് വന്ന് മുറിവേറ്റിട്ട് തിരിച്ചു പോകുന്ന ഒരുത്തനെ നമുക്ക് കൊണ്ടുവരാൻ പറ്റില്ല. അതാദ്യം മനസ്സിലാക്കിക്കോണം. അല്ലെങ്കിൽ അവൻ അത്രത്തോളം വചനത്തിൽ നിലനിൽക്കുന്ന അല്ലെങ്കിൽ ബോധ്യമുള്ളവനായിരിക്കണം. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഞാൻ മുഖാന്തരം എൻ്റെ സഭയിൽ വരുന്ന ഒരാൾക്കും ഇടർച്ച ഉണ്ടാകാൻ. ചെറിയ കാര്യമൊന്നുമല്ല കേട്ടോ, ചെറിയ കാര്യമൊന്നുമല്ല. കർത്താവ് പറഞ്ഞു, ഇടർച്ച വരുത്തുന്നവൻ അയ്യോ, അവൻ എന്ത് ചെയ്യണമെന്നാണ് പറഞ്ഞ പറ. അവൻ്റെ കഴുത്തിൽ ഒരു തിരിക്കല്ല് കെട്ടി അവൻ്റെ സമുദ്രത്തിൻ്റെ ആഴങ്ങളിൽ ഇട്ട് കളയുന്നത് നല്ലതെന്ന് പറഞ്ഞു. ഈ സമുദ്രത്തിൽ എടുത്തിടുന്നവൻ്റെ കഴുത്തെ കല്ല് കെട്ടുന്നതിൻ്റെ ഉദ്ദേശം എന്തുവാ നിങ്ങൾ പറ. ന്യായീസ് ഇവൻ എന്ത് ചെയ്യരുത്? പൊങ്ങി വരരുത്. അത്രയ്ക്ക് ഗുരുതരമായ കുറ്റമാണ് ഇടർച്ച ഉണ്ടാക്കുക.
കലക്കം ഉണ്ടാക്കുക, എടുത്ത് വെളിയിൽ കളഞ്ഞാൽ അവനെ പിന്നെ മേലെ തിരിച്ച് അവനെ എത്ര ലക്ഷം രൂപ ദശാംശം ഇടുന്നവനായാലും അവനെ ദൈവസഭയുടെ പടി പിന്നെ കേട്ടരുത്. ഈ സഭയ്ക്കകത്ത് കലക്കം ഉണ്ടാക്കുന്ന ചൊറിയാണങ്ങളുണ്ട്, അതിൻ്റെ ആ കാര്യമായി പറയുന്നത്. മനസ്സിലാക്കിക്കോണം. വലിയ കുറ്റമാണ്. കാരണം ഒരാത്മാവിൻ്റെ വില മുഴു ലോകത്തെക്കാളും വലുതാണ്. അത്രയും കഷ്ടം സഹിച്ചാണ് ഒരു ആത്മാവിനെ ദൈവസഭയെ കൊണ്ടുവരുന്നത്. നമുക്ക് പറഞ്ഞു വിടാൻ എളുപ്പമാണ്, പക്ഷെ നമുക്ക് നേടാൻ കഴിയണം. 10 എണ്ണത്തെ നേടിയ ഒരാളാണിത് പറയുന്നതെങ്കിൽ നമുക്ക് അംഗീകരിക്കാം. ജീവിതത്തിൽ വാ തുറന്നൊരുത്തനോട് സുവിശേഷം പറയാതിരുന്നിട്ട് സഭയ്ക്കകത്ത് അടി ഉണ്ടാക്കാൻ നടക്കുന്നവനെയൊക്കെ എടുത്ത് വെളി കളയണം. എന്നാ ആര് എടുക്കപ്പെട്ടോ? ഈ വെളിയിൽ കളയുന്നതിന് മാനദണ്ഡമുണ്ട്. ചുമ്മാ അങ്ങെടുത്ത് കളയുകയല്ല. ഒരു വീഴ്ച വന്നാൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യുക? പറഞ്ഞു മനസ്സിലാക്കുന്നു. തിരുത്തപ്പെടുന്നില്ലെന്ന് കണ്ടാൽ സഹോദരന്മാരെയും കൂട്ടി പേഴ്സണലായിട്ട് എന്ത് ചെയ്യുന്നു? സംസാരിക്കുന്നു. എന്നിട്ടും തിരുത്തപ്പെടുന്നില്ലെന്ന് കണ്ടാൽ അത് സഭയെ പരസ്യമായി അറിയിക്കുന്നു. 2 തവണ ഞങ്ങൾ സഹോദരന്മാരുമായി ഈ നിലയിൽ ഈ സഹോദരനെ ഞങ്ങൾ ബോധ്യം വരുത്താൻ ശ്രമിച്ചു. പക്ഷേ ഈ സഹോദരൻ എന്ത് ചെയ്യുന്നില്ല? തിരുത്തപ്പെടുന്നില്ല. അതുകൊണ്ട് ഈ ദൈവസഭയുമായി ഈ സഹോദരന് ബന്ധമില്ലെന്ന് പരസ്യമായി സഭയിൽ നോട്ടീസ് വായിച്ച് അദ്ദേഹത്തെ ഒഴിവാക്കുന്നു. ഇതാണ് ബൈബിളിൻ്റെ സിസ്റ്റം. ഓക്കെ, അതിലേക്ക് നമുക്ക് വരുന്ന ദിവസങ്ങളിൽ വരാം. ഇപ്പം നമ്മുടെ വിഷയം മാറിപ്പോണ്ട. അപ്പോൾ ഇവിടെ പറഞ്ഞെന്താണ്? ഭൂതം വളരെ കൃത്യമായി ദൂത് പറഞ്ഞു. അപ്പം കൃത്യം ദൂത് പറഞ്ഞത് കൊണ്ടൊന്നും അത് ദൈവാത്മാവാകണമെന്ന് ഇല്ല. ഇതാദ്യം നമ്മൾ മനസ്സിലാക്കിക്കോണം. ഇനി ദൈവാത്മാവാണ് കൃത്യം ദൂത് പറയുന്നതെങ്കിൽ അതിന് പ്രതിഫലവും ഇല്ല, ചോദിക്കില്ല. വേദപുസ്തകത്തിലെ ഒരു കൃപാവര ശുശ്രൂഷകളും കച്ചവടത്തിനുള്ളതല്ല. നിങ്ങൾക്ക് സൗജന്യമായി ലഭിച്ചു, സൗജന്യമായി കൊടുപ്പിനെന്നാണ് ദൈവത്തിൻ്റെ വചനം. കൃപാവരങ്ങളെല്ലാം സൗജന്യമാണ്. ഒരു പ്രവാചകൻ വന്നിരിക്കുന്നു, അയ്യോ മിനിറ്റിന് കാശ്, ഇങ്ങനെ പറയുന്നവരൊക്കെ കേട്ടിട്ടുണ്ട് നാട്ടിൽ. ഇല്ല, വേദപുസ്തകം കൂട്ടായ്മ കൊടുക്കാൻ പറഞ്ഞിരിക്കുന്നത് നിങ്ങളെ വചനം പഠിക്കുന്നവൻ സകല നന്മയിലും ഓഹരി കൊടുക്കണം. വചനം പഠിപ്പിക്കുന്നു. 2, സുവിശേഷം അറിയിക്കുന്നവർ സുവിശേഷ നിമിത്തം ഉപജീവനം കഴിക്കണം. ഈ 2 കൂട്ടർക്ക് റൈറ്റുണ്ട്. കൃപാവരങ്ങൾ നിങ്ങൾക്ക് സൗജന്യമായി ലഭിച്ചു, സൗജന്യമായി കൊടുത്തോണം. പക്ഷേ ഇന്ന് അങ്ങനല്ല. വചനം പഠിപ്പിക്കുന്നവന് 10 രൂപ കൊടുക്കുകയില്ല, ദൂത് പറയുന്നവനെല്ലാം കൊടുക്കും. കാലം മാറിപ്പോയി, പോട്ടെ, നമ്മുടെ വിഷയം അതല്ല. അപ്പോൾ ഇവിടെ ഇങ്ങനെയാണ് സംഭവം കിടക്കുന്നത്. ദൈവാത്മാവിൻ്റെ നിയോഗം, അതാണ് നമ്മൾ പറഞ്ഞു വന്ന വിഷയം. ഒരു നിയോഗം ദൈവം നമുക്ക് തരും. ഒരനുഭവം വ്യക്തിപരമായി പറഞ്ഞിട്ട് അടുത്ത് 3 നിലയിൽ ദൈവം സംസാരിക്കുമെന്നാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്ന്, നിയോഗം തരുമെന്ന് പറഞ്ഞു. ഞാൻ ഒരിക്കൽ തിരുവനന്തപുരത്ത് ഒരു മീറ്റിംഗ് കഴിഞ്ഞ് വർഷങ്ങൾക്ക് മുമ്പ്, അന്ന് ബൈക്കിലാണ്, 2 വീലറിലാണ്, ഒരു മീറ്റിംഗ് കഴിഞ്ഞ് ഞാൻ തിരിച്ചു വരുമ്പോൾ ആറ്റിങ്ങൽ എന്ന് പറയുന്ന സ്ഥലമുണ്ട്. ആറ്റിങ്ങൽ ടൗൺ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇറങ്ങി വരുമ്പോൾ ഒരു വലിയ പാലമുണ്ട്. പാലത്തിൻ്റെ അടിയൂടെ വലിയ നദി ഒഴുകുന്ന ഒരു പാലം. ഒരു പേര് അതിന് പറയും, മാമോ നേമോ അങ്ങനെ ഒരു പാലം. ഈ പാലം കഴിഞ്ഞ ഉടനെ നല്ലൊരു ടേണിംഗ് ആണ്, ഒരു വളവാണ്, ആലങ്കോട്ടൊക്കെ തിരിയുന്ന ഒരു വളവാണ്. ആ വളവ് ഇങ്ങനെ നമുക്ക് വളവിലോട്ട് കയറിയാലേ ആ സൈഡ് കാണാൻ പറ്റും. അങ്ങനത്തെ ഒരു കൊടൂര വളവാണ് പാലം കഴിയുമ്പോൾ. അപ്പോൾ ഞാൻ ഈ ബൈക്കിൽ ഇങ്ങനെ വരുമ്പോൾ നമ്മുടെ ബൈക്കിൻ്റെ പിറകിൽ ഒരാൾ ഇരുന്നിട്ട് നമ്മളോട് ഒന്ന് നിർത്തുകയെന്ന് പറഞ്ഞാലുള്ള ഒരു അനുഭവം ഉണ്ടാവുക. അതുപോലെ ഞാൻ ബൈക്കിൽ ഇങ്ങനെ വരും. ഞാൻ ഈ പാട്ടിനോട് ഇച്ചിരി പ്രാന്തമുള്ളതുകൊണ്ട് എപ്പോഴും പാടി നടക്കും ഒറ്റയ്ക്ക്. അപ്പോൾ ഇങ്ങനെ പാട്ട് പാടി ആണ് വരുന്നത്. അപ്പോൾ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് പെട്ടെന്ന് വണ്ടി നിർത്തുക എന്ന് ബാക്കിലിരുന്ന ഒരാൾ നമ്മളോട് പറയുന്ന പോലെ ഒരു നിയോഗം ഉണ്ടായി. ഞാൻ സ്പീഡിൽ ഓടി വന്ന് ഞാൻ പെട്ടെന്ന് എന്ത് ചെയ്തു? ബൈക്ക് അങ്ങ് നിർത്തി. അറിഞ്ഞില്ല, പെട്ടെന്ന് അങ്ങ് നിർത്തിയപ്പം ഞാൻ പോകുന്ന അതേ ലെവലിലാണല്ലോ പിറകിൽ വണ്ടി ഓടി വരുന്നത്. അപ്പോൾ പിറകിൽ ഓട്ടോക്കാരൻ ഇങ്ങനെ ഓടി വരികയായിരുന്നു. അപ്പം ഞാനിങ്ങനെ പെട്ടെന്ന് ചവിട്ടിയപ്പോഴത്തേക്ക് ഇവൻ എന്ത് ചെയ്തു? എന്നെ വലത്തോട്ട് കയറി എന്നെ ഓവർടേക്ക് ചെയ്തിട്ട് തിരിഞ്ഞു നോക്കി എന്നെ എന്തോ പുറത്തുകൊണ്ട്, എൻ്റെ കയ്യിലെ മിസ്റ്റേക്കാണ്, പുറത്തുകൊണ്ട് ഇവനിങ്ങനെ അങ്ങ് കയറിപ്പോയി 10 സെക്കൻഡ് കഴിഞ്ഞ് ആ വളവിലോട്ട് തിരിയുന്നതും ഒരു KSRTC ബസ് നിയന്ത്രണം വിട്ട് വരുന്നു. ഈ ഓട്ടോ അതിനടിയിലേക്ക് അങ്ങ് കയറിപ്പോകുന്നു. പിന്നെ പടപടാന്നൊരു സൗണ്ടും ബഹളവും, ആളുകൾ വെട്ടുകത്തിയും കോടാലിയൊക്കെ കൊണ്ടുവന്ന് വെട്ടിപ്പൊളിച്ചൊക്കെ ആണ് എടുക്കുന്നത്. പിറ്റത്തെ വാർത്തയിൽ അറിഞ്ഞ് ഓട്ടോയിലുണ്ടായിരുന്ന ഡ്രൈവറും 2 പാസഞ്ചറും മരിച്ചു. ആ സമയത്താണ് ഞാൻ അറിയാതെ ദൈവത്തെ സ്തുതിച്ചു പോകുന്ന കാര്യം, ഒരു പക്ഷേ ഞാനായിരുന്നു കയറേണ്ടത്. ഒരു നിയോഗം. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞത് നമ്മുടെ ഹൃദയത്തിൽ ദൈവം ഇടപെടുന്ന അനുഭവം. അങ്ങനെ ദൈവം സംസാരിക്കും. 2, ദൈവം വചനത്തിലൂടെ എന്ത് ചെയ്യും? നമ്മളോട് സംസാരിക്കും. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പകുതിക്ക് തുറക്കുമ്പോഴോ കുലുക്കിയിട്ടെടുക്കുമ്പോഴൊന്നും അല്ല, ഈ പുസ്തകവുമായിട്ട് ഒരല്പസമയം മാറിയിരിക്കണം. ഈവൻ ഭാര്യയും ഭർത്താവും ആണെങ്കിൽ പോലും പ്രാർത്ഥനയ്ക്ക് വേണ്ടി മാറിയിരിക്കാൻ ഇതിനകത്ത് ലൈസൻസ് തന്നിട്ടുണ്ട്.
അല്ലാത്ത സമയം വേർപെട്ടിരിക്കരുതെന്ന് പറയുമ്പോഴും എന്തിന് വേർപെട്ടിരിക്കാം? പ്രാർത്ഥനയ്ക്ക് വേണമെങ്കിൽ ഇരിക്കാം. കാര്യം ഒറ്റയ്ക്ക് ദൈവവുമായിട്ട് സംഭാഷിക്കുന്ന ഒരു ടൈം ടേബിൾ ഉണ്ടാവണം. ദൈവം നമ്മളുമായിട്ട് ഒറ്റയ്ക്കിരിക്കുന്ന നിമിഷങ്ങൾ. അങ്ങനെ നമ്മൾ ബൈബിൾ എടുത്ത് വായിക്കാനിരിക്കുമോ? അങ്ങനെ വായിക്കാനിരിക്കുമ്പോൾ ചിലപ്പം നമ്മളിപ്പോൾ മത്തായി സുവിശേഷം 5-ാം അധ്യായം വായിച്ചു, 6-ാം അധ്യായം വായിച്ചു, ഓക്കെ, നമ്മൾ ചുമ്മാ ഇരുന്ന് വായിക്കുക. ഇങ്ങനെ വായിച്ചു, 7-ാം അധ്യായം വായിച്ചു, ചിലപ്പോൾ 8-ാം അധ്യായം വായിച്ചു, ചിലപ്പോൾ 8-ലെത്തുമ്പോഴായിരിക്കും ഏതെങ്കിലും ഒരു വാക്യം ചൂണ്ടക്കൊളുത്തിട്ട് പിടിക്കുന്ന പോലെ നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്തുനിന്ന് കൊളുത്തും. അതുമായിട്ട് നമ്മൾ ഇരുന്ന് അങ്ങോട്ട് ധ്യാനിച്ച് അതിൻ്റെ മുമ്പും പിമ്പും വായിച്ച് ധ്യാനിച്ച് പ്രാർത്ഥിച്ചു ഇരിക്കുമ്പോൾ അതിൻ്റെ ഇണവാക്യങ്ങളുമായി പരിശുദ്ധാത്മാവ് നമ്മളോട് ഇടപെടുന്ന ഒരനുഭവം നമുക്കുണ്ടാകുന്നതാണ് ദൈവം വചനത്തിലൂടെ സംസാരിക്കുന്നത്. അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഒരിക്കൽ അനുഭവിക്കുന്ന ഒരാളും ഈ കർത്താവിനെ വിട്ടു പോവില്ല. അതൊരു ഭയങ്കര എക്സ്പീരിയൻസാണ്. അത് കാരണം ഞാനത് നിങ്ങളോട് ഇത്ര ഉറപ്പിച്ച് പറയാൻ കാരണം, ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാനൊരു ബൈബിൾ കോളേജിൽ പോകാനോ പഠിക്കാനോ എനിക്ക് അവസരം കിട്ടിയിട്ടില്ല. അപ്പോൾ ഞാനിത് ആദ്യമായിട്ടിത് തുറന്ന് വായിക്കുമ്പോൾ എന്താണ്, ന്യായാധിപന്മാർ, രാജാക്കന്മാർ, പിന്നെ യുദ്ധം, ഫറവോന്, ചെങ്കടൽ, വല്ല പുക പോലെ തോന്നുക. എന്നാൽ പിന്നെ പുതിയ നിയമം വായിക്കാമെന്ന് വെച്ചപ്പോൾ അവൻ ഇവനെ ജനിപ്പിച്ചു, ഇവൻ അവനെ ജനിപ്പിച്ചു, അവൻ മറ്റവനെ ജനിപ്പിച്ചു. ഇതൊക്കെ എന്ത് മനസ്സിലാക്കാനാണ്? അപ്പോൾ ഒന്നും പിടി കിട്ടുന്നില്ല. ഇവിടെ ഖുറാൻ പഠിച്ച് വളർന്ന നമ്മൾ ഇതെടുത്ത് വെച്ച് വായിച്ചിട്ട് പുക പോലെ ഇരുന്ന സമയത്ത് ഒരു വാക്യം ചങ്കിൽ കൊളുത്തിയതാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, എന്താണ്, ഞാൻ നിൻ്റെ മേൽ ദൃഷ്ടി വെച്ച്. അപ്പോൾ അത് കയറി കൊളുത്തിയപ്പോൾ ഞാൻ ചോദിച്ചു, കർത്താവ് എന്നാൽ എനിക്ക് പറഞ്ഞ് തരണം. അങ്ങനെ ഇരുന്നാണ് ദൈവാത്മാവ് ഇങ്ങനെയുള്ള വിഷയങ്ങളെ പഠിപ്പിക്കാൻ തുടങ്ങിയത്. അതുകൊണ്ട് കൃത്യമായിട്ട് ഉറപ്പിച്ച് പറയുന്നത്, ഇരുന്നാൽ ദൈവം സംസാരിക്കും. പക്ഷേ ഇരിക്കണം, നമുക്ക് നേരമില്ലല്ലോ അല്ലേ? നാട്ടിലൊക്കെ ആണെങ്കിൽ ഞാനിങ്ങനെ പറയും, 7 മണി തൊട്ട് 10:30 വരെ സീരിയലിൻ്റെ മുമ്പിൽ ഇരുന്ന് പട്ടി മൂങ്ങുന്ന പോലെ പെണ്ണുങ്ങൾ മൂങ്ങും. ഒരു അരമണിക്കൂർ എല്ലാ ദിവസവും. നമ്മുടെ എല്ലാ ജോലിയും ഒതുങ്ങി നമ്മൾ വീട്ടിൽ ഉറങ്ങാൻ പോകുന്നൊരു നേരമുണ്ടല്ലോ, ഒരു 10:30 11 ആവട്ടെ, ആ സമയത്തിൽ ഒരു അരമണിക്കൂർ ഒരു ടൈം ടേബിൾ വെച്ച് എല്ലാ ദിവസവും ഒരു 11 തൊട്ട് 11:30 വരെ ഞാൻ വചനധ്യാനത്തിലായിരിക്കും എന്നൊരു ടൈം ടേബിൾ വെച്ചിരിക്കാൻ പറ്റിയാൽ അതിൽ പരം അനുഗ്രഹം വേറൊന്നുമില്ല. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ വചനത്തിലൂടെ ദൈവം സംസാരിക്കണമെങ്കിൽ നമ്മൾ ആരുടെ പോയി ഇരിക്കണം? ദൈവസന്നിധിയിൽ പോയി ഇരിക്കണം. അപ്പോൾ 2 കാര്യം പറഞ്ഞു. 3, ദൈവം നമ്മളോട് ഡയറക്റ്റായിട്ട് സംസാരിക്കും. എങ്ങനെ സംസാരിക്കും? അത് വളരെ അപൂർവമായിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുള്ളൂ. ദൈവം നമ്മളോട് ഡയറക്റ്റ്, അത് ഞാനിപ്പോൾ സംസാരിക്കാൻ നിങ്ങൾക്ക് കേൾക്കാമെങ്കിൽ ഇതുപോലെ ദൈവം സംസാരിക്കുന്ന ചില സാഹചര്യങ്ങൾ ജീവിതത്തിൽ വരും. എനിക്ക് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായത്, BJP-ക്കാർ പിടിച്ച് അടിക്കാൻ നിർത്തി. സുവിശേഷം പറഞ്ഞ് ഒരാളെ രക്ഷയിലേക്ക് കൊണ്ടുവന്നതിന് എന്നെ പിടിച്ച് പോസ്റ്റെ പിടിച്ച് കെട്ടി എന്നെ തല്ലാനായിട്ട് പിടിച്ചു നിർത്തി. എല്ലാം കൂടെ ഓടി വളഞ്ഞു കൂടി ആകെപ്പാടെ ബഹളം ഉണ്ടാക്കിയപ്പോൾ അന്ന് ആദ്യമായി ദൈവശബ്ദം കാതിൽ കേട്ടത്, 1000 നിൻ്റെ വശത്തും 10,000 നിൻ്റെ വലത്തുവശത്തും വീഴും, എങ്കിലും അത് നിൻ്റെ അടുക്കൽ വരികയില്ല, ഭയപ്പെടരുത്, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ആദ്യമായി കേട്ട ദൈവശബ്ദം അതാണ്. അതിനുശേഷം പല തവണ കൊതിച്ചിട്ടുണ്ട്, കേട്ടിട്ടില്ല. സത്യം പറയണമല്ലോ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദൈവം 3 നിലയിൽ നമ്മളോട് സംസാരിക്കും. ഇങ്ങനെ സംസാരിക്കുന്ന ഒരു ദൈവത്തെ സേവിക്കാൻ ഭാഗ്യം ലഭിച്ചത് കൊണ്ടാണ് നമ്മൾ ജീവനുള്ള ദൈവത്തെ ആരാധിക്കുന്നെന്ന് പറയുന്നത്. മനസ്സിലായോ? അല്ല, ലോകത്തിലെ ദൈവങ്ങളുണ്ട്. ലോകത്തിലെ ദൈവങ്ങൾ ആരും മനുഷ്യരോട് സംസാരിക്കുന്നില്ല. പിന്നെ ഈ നാളൊരാൾ പറഞ്ഞു കേട്ടൊരു കഥയാണ്. ഈ കൊച്ചിനെയും കൊണ്ടൊരാൾ ക്ഷേത്രത്തിൽ ചെന്നപ്പം കൊച്ച് വാതിലോട്ട് കയറാൻ പേടി. എന്താ പേടിയെന്ന് വെച്ചാൽ അപ്പുറം ഇപ്പുറം 2 സിംഹത്തിൻ്റെ ബിംബം ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. ഇത് കണ്ടിട്ട് കൊച്ചു പേടി. കൊച്ചു പറഞ്ഞു അങ്ങോട്ട് കയറുന്നില്ല, വരത്തില്ലെന്ന്. പപ്പ പറഞ്ഞു, മക്കളെ പേടിക്കണ്ട, അതൊന്നും ചെയ്യത്തില്ല, അത് അനങ്ങത്തില്ല, അത് വെറും പ്രതിമയായിട്ട് അവിടെ ഇരിക്കുക, അതൊന്നും ചെയ്യത്തില്ല, നമ്മളോട് ഒന്നും ഉപദ്രവിക്കത്തില്ല, നീ വാ എന്ന് പറഞ്ഞു. അപ്പോൾ കൊച്ചു ചോദിച്ചു, അപ്പോൾ ഈ അകത്തിരിക്കുന്നതും അങ്ങനെ തന്നെ അല്ലേ എന്ന് ചോദിച്ചു. ഒന്നും പറയുന്നുമില്ല, ചെയ്യുന്നുമില്ല, ഇതുപോലെ തന്നെയല്ലേ അകത്ത് പറഞ്ഞു ഇരിക്കുന്നത്. അപ്പോൾ ഇതെന്താ ഗുണം? ഇപ്പം എന്ന് പറഞ്ഞ പോലെ തിരിച്ചറിവുകളാണത്. അപ്പം ദൈവം നമ്മളോട് സംസാരിക്കുക എന്ന് പറയുന്ന ആ ഒരു തലത്തിലേക്കാണ് ആദ്യം ദൈവമക്കൾ വരേണ്ടത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്താ ഗുണമെന്ന് ചോദിച്ചാൽ, നമ്മളെ ആർക്കും തെറ്റിക്കാൻ പറ്റില്ല. പ്രസംഗങ്ങൾ നമ്മളെല്ലാം കേൾക്കും, എല്ലാം നമുക്ക് വിഴുങ്ങാൻ പറ്റുമോ? പറ്റത്തില്ല, എല്ലാം വിഴുങ്ങാൻ പറ്റത്തില്ല. അപ്പം നമ്മൾ തെറ്റും ശരിയും കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നമ്മളോട് ഇടപെടുന്ന ഒരു അനുഭവം ഉണ്ടായാൽ, നമുക്കൊരു ആശയക്കുഴപ്പം ഉണ്ടായാൽ നമുക്ക് എവിടെ പോയിരിക്കാം? ഓടി കർത്താവിൻ്റെ പാദപീഠത്തോട്ട് ചെല്ലാം. അവിടെ നമുക്ക് ക്ലാരിറ്റി കിട്ടും, കർത്താവ് നമ്മളോട് ക്ലിയർ ആയിട്ട് സംസാരിക്കും. എനിവേ,
അപ്പം നമ്മൾ പറഞ്ഞു വന്ന വിഷയം ദൈവം സംസാരിക്കുന്ന വിഷയം. അപ്പം ദൈവം സംസാരിക്കുമ്പോൾ ആത്മീക മനുഷ്യൻ അത് ഉൾക്കൊള്ളുന്നു. പ്രാകൃതനായവനും ജഡീകനായവനും ദൈവാത്മാവിൻ്റെ ഉപദേശം കൈക്കൊള്ളുന്നില്ല. അപ്പം നമ്മൾ ഏത് തലത്തിലാണ് ഇന്നയോളം ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ആദ്യം നമ്മളൊരു കൺഫർമേഷനിൽ എത്തണം. പ്രൈസ് ദി ലോർഡ്. അല്ലെങ്കിൽ ഈ പ്രസംഗം കേൾക്കുന്നതിൽ അർത്ഥമില്ലെന്നാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, അപ്പം നമ്മൾ ചിന്തിച്ചു വന്നത് വേർപാടിനെ സംബന്ധിച്ചാണ്. 3 തരം വേർപാട് പ്രധാനമായിട്ടുണ്ട് എന്ന് നമ്മൾ പഠിച്ചു വെച്ചു. അതിൻ്റെ കണ്ടിന്യൂവേഷനാണ് ഇപ്പോൾ ഇന്നും നാളെ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് പ്രവചനം വരും, ഇതിൻ്റെ ഇടയ്ക്ക് രോഗശാന്തി വരും, ഇതിൻ്റെ ഇടയ്ക്ക് മറ്റു പല വിഷയങ്ങൾ ഇതിൻ്റെ അകത്ത് കയറി വരും. ഇതെല്ലാം നമുക്ക് പഠിക്കാം. എല്ലാം വചനത്തിലുണ്ടോ എന്ന് മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, നോക്കിയാൽ മതി. പരമാവധി സ്വന്തമായിട്ടുള്ള വ്യാഖ്യാനം ഒഴിവാക്കണമെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. അങ്ങനെ പ്രസംഗിച്ചാൽ ശീലിച്ചിട്ടുള്ളത്. ചിലപ്പോൾ ഒന്ന് വ്യാഖ്യാനിക്കേണ്ടി വന്നാൽ അത് വ്യാഖ്യാനമായിട്ട് തന്നെ പറയും. അത് പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ച് മാത്രമേ സ്വീകരിക്കാൻ പാടുള്ളൂ. അപ്പോൾ നമ്മൾ പറഞ്ഞ പ്രധാനമായും 3 തരം വേർപാടുണ്ട്. 1, നാം അവിശ്വാസികളോട് വേർപാട് പാലിക്കണം. 2, ലോകത്തോട് വേർപാട് പാലിക്കണം. 3, കള്ള സഹോദരന്മാരോട് വേർപാട് പാലിക്കണം. 1 അവിശ്വാസികളോട്, 2 ലോകത്തോട്, 3 കള്ള സഹോദരന്മാരോട്. ഈ അവിശ്വാസികളോട് വേർപെടണം എന്ന് പറഞ്ഞ ആ 1ാമത്തെ പോയിന്റാണ് നമ്മൾ ചിന്തിച്ചു വെച്ചത്. ആ 1ാമത്തെ പോയിന്റ് തന്നെ 3 എണ്ണമുണ്ട്. അതായത് അവിശ്വാസികളോട് വേർപെടണം എന്നതിൻ്റെ അകത്ത് A, B, C എന്ന് 3 തലമുണ്ട്. അതിൽ A എന്ന് പറയുന്നത് നമ്മൾ വെള്ളിയാഴ്ച നമ്മൾ ചിന്തിച്ചു. എന്താണ് അവിശ്വാസികളോട് വേർപെടണമെന്ന് പറയുന്നതിൻ്റെ 1ാം ഘട്ടം? അവരുമായി കണ്ടാൽ മിണ്ടരുതെന്നല്ല, ചിരിക്കരുതെന്നല്ല, അവരുമായി യാത്ര പോകരുതെന്നല്ല, ഫുട്ബോൾ കളിക്കരുതെന്നല്ല, ക്രിക്കറ്റ് കളിക്കരുതെന്നല്ല. ഇതൊന്നും പറഞ്ഞതിൻ്റെ ഉദ്ദേശം അതൊന്നുമല്ല. പിന്നെന്താണ്? അവരുടെ ആചാര അനുഷ്ഠാനങ്ങളിൽ ഒരു തരത്തിലും പങ്കാളികളാകരുത്. ഓക്കെ, ഇത് നാട്ടിലായിരുന്നെങ്കിൽ കുറച്ചുകൂടി വിശദീകരിക്കണം. കാരണം നാട്ടിലാണ് ഈ ആചാര അനുഷ്ഠാനമൊക്കെ കിടക്കുന്നത്. ഇവിടെ അതിൻ്റെ ആവശ്യമില്ല. ഇനി നാട്ടിൽ ചെല്ലുമ്പോഴാണെങ്കിലും ശ്രദ്ധിച്ചോണം, ആചാര അനുഷ്ഠാനങ്ങളിലൊന്നും ദൈവ കുഞ്ഞുങ്ങൾക്ക് പങ്കാളിത്തം വഹിക്കാൻ പ്രമാണമില്ല. അത് നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചു. ഇനി ഈ B ആണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. അവിശ്വാസികളോടുള്ള വേർപാടിൻ്റെ 2ാം ഘട്ടം എന്ന് പറയുന്നത് നാം വിഗ്രഹാർപ്പിതങ്ങളിൽ നിന്ന് പൂർണ്ണമായും വേർപെട്ടിരിക്കണം. ഒരു തരത്തിലും വിഗ്രഹാർപ്പിതം ഭക്ഷിപ്പാൻ പാടില്ല. ഇത് ദൈവവചനത്തിൻ്റെ ഉപദേശമാണോ എന്ന് നമുക്ക് പരിശോധിക്കാം. വായിക്കാം. അപ്പോസ്തലപ്രവൃത്തി 15-ാം അധ്യായം 27, 28, 29 വായിച്ചാട്ടെ. അയച്ചിരിക്കുന്നു. അവർ വാമൊഴിയായി ഇത് തന്നെ അറിയിക്കും. അപ്പം നിങ്ങൾക്ക് എത്ര പേർക്ക് ഓർമ്മയുണ്ട്? ഞാൻ കൺവെൻഷനിൽ പറഞ്ഞ ഒരു വാക്യം, 2 തെസ്സലോനിക്ക ലേഖനം 2:15 ഒരു വാക്യം ഞാൻ പറഞ്ഞിരുന്നു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഈ വാക്യവുമായിട്ട് വളരെ കണക്റ്റഡ് ആണത്. എന്താണ്? ഞങ്ങൾ വാക്കിനാലോ എഴുത്തിനാലോ ഉപദേശിച്ചു തന്ന പ്രമാണങ്ങളെ മുറുകെ പിടിക്കണം. അപ്പം അന്ന് ഞാൻ പറഞ്ഞു, വാക്കിനാലുള്ള ഉപദേശം പലതും എവിടെ കിടക്കുന്നത്? അപ്പോസ്തല പ്രവൃത്തിയിലാണ് കിടക്കുന്നത്. എഴുത്തിനാലുള്ള ഉപദേശങ്ങളാണ് എന്ത്? ലേഖനങ്ങൾ. ഇത് രണ്ടും നമ്മൾ ബേസിക്കാണ്. അപ്പോൾ ഇവിടെ അപ്പോസ്തല പ്രവൃത്തിയിൽ വാക്കിനാലൊരു ഉപദേശം, വാമൊഴിയായി അറിയിക്കുന്ന ഒരു ഉപദേശം എന്താണ്? വായിച്ചേ. വിഗ്രഹാർപ്പിതം, രക്തം, ശ്വാസം മുട്ടിച്ചത്തത്, പരസംഗം എന്നിവ വർജിക്കുന്നത് ആവശ്യം എന്നല്ലാതെ അധികമായ ഭാരമൊന്നും നിങ്ങളുടെ മേൽ ചുമത്തരുതെന്ന് പരിശുദ്ധാത്മാവിനും ഞങ്ങൾക്കും തോന്നിയിരിക്കുന്നു. അപ്പൊ ഇങ്ങോട്ട് ശ്രദ്ധിച്ചാട്ടെ. ഇനി ഇതെന്താ സന്ദർഭം എന്ന് ചോദിച്ചാൽ, ഈ 15-ാം അധ്യായം 1-ാം വാക്യം വായിക്കുമ്പോൾ സുവിശേഷം അറിയിച്ചുകൊണ്ടിരുന്ന ദൈവദാസന്മാരുടെ പൗലോസും ബർന്നബാസും അന്ത്യോക്യയിൽ സുവിശേഷം അറിയിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ യഹൂദയിൽ നിന്ന്, അതിന്റെ 1-ാം വാക്യം വായിച്ചാൽ അതിന്റെ ഉത്തരം കിട്ടും. വായിച്ചോ. 15-ന്റെ 1. യഹൂദിയിൽ നിന്ന് ചിലർ വന്നു. അപ്പൊ ശ്രദ്ധിച്ചോണം, യഹൂദ്യയിൽ നിന്ന് യഹൂദന്മാരിൽ ചിലര് എവിടെ വന്നു? അന്ത്യോക്യയില് വന്നു. യഹൂദ്യന്മാരിൽ ചിലർ വന്നിട്ട്, ചിലരെന്നാ, അത് കർത്താവിന്റെ ശിഷ്യന്മാരോ അപ്പോസ്തലന്മാരോ ഒന്നുമല്ല. ഞങ്ങൾ പണ്ടേ യഹൂദ പാരമ്പര്യം പറഞ്ഞ് നടക്കുന്ന കുറച്ച് ആളുകളാണ്. അവർ ഈ യഹൂദിയിൽ നിന്ന് ചിലർ വന്നിട്ട് എന്ത് ചെയ്തു? നിങ്ങൾ മോശ കൽപ്പിച്ച ആചാരം അനുസരിച്ച് പരിച്ഛേദന ഏൽക്കാഞ്ഞാൽ രക്ഷ പ്രാപിപ്പാൻ കഴിയില്ല എന്ന് സഹോദരന്മാരെ ഉപദേശിച്ചു. അപ്പൊ ശ്രദ്ധിച്ചേ, സുവിശേഷം അറിയിച്ച് യേശുക്രിസ്തുവിൽ വിശ്വസിച്ചാൽ നിങ്ങൾക്ക് രക്ഷ കിട്ടുമെന്ന് ദൈവദാസന്മാർ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പം പാരമ്പര്യക്കാർ കയറി വന്നിട്ട് പറഞ്ഞു, അത് പറഞ്ഞാൽ പറ്റത്തില്ല, മോശ പറഞ്ഞ അനുസരിച്ച്, പാരമ്പര്യത്തിൽ എഴുതിയിരിക്കുന്ന അനുസരിച്ച്, ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്ന അനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം പറഞ്ഞ്
പരിച്ഛേദന ഏറ്റില്ലെങ്കിൽ നിങ്ങളുടെ രക്ഷ എന്തല്ല? പൂർണ്ണമാകത്തില്ല. നിങ്ങൾ പരിച്ഛേദന ഏൽക്കണം, അല്ലാതെ ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞ് ഇവിടെ ഒരു കലക്കം ഉണ്ടാക്കി. ഈ കലക്കത്തിന് ഉത്തരം കണ്ടെത്താനാണ് ഇവര് അപ്പോസ്തലന്മാരുടെ അടുക്കൽ ആളയക്കുന്നത്. അതാണ് 15-ാം അധ്യായം. അപ്പോസ്തലന്മാരുടെ അടുക്കൽ ആളയച്ചപ്പോൾ അവർ പ്രാർത്ഥിച്ച് ദൈവാത്മാവിൽ നിയോഗം പ്രാപിച്ചിട്ട് ഇങ്ങോട്ട് പറഞ്ഞു. എന്താണ് പറഞ്ഞത്? അതാണ് നമ്മൾ വായിച്ചത്. അതിൻ്റെ 27 അതാണ് വായിച്ചത്. ഞങ്ങൾ യൂദയെയും ശീലാസിനെ അങ്ങോട്ട് അയച്ചിരിക്കും നിങ്ങളുടെ സംശയം തീർക്കാൻ. അവർ വന്ന് വാമൊഴിയായി ഇത് അറിയിക്കും. എന്തറിയിക്കും? വിഗ്രഹാർപ്പിതം, രക്തം, ശ്വാസം മുട്ടിച്ചത്തത്, പരസംഗം. അപ്പൊ ഇത്രയും കാര്യം എന്ത് ചെയ്യണം സഭ? വർജനം. ഈ വാക്ക് ശ്രദ്ധിച്ചോണം. വേർപാടിന്റെ മറ്റൊരു വാക്കാണ് വർജനം എന്ന് പറഞ്ഞാൽ വർജിക്കുക എന്ന് പറഞ്ഞാൽ ഉപേക്ഷിക്കുക എന്ന് തന്നെയാണ് അർത്ഥം. ഉപേക്ഷിക്കുക. അപ്പോ ഈ ലേഖനങ്ങളിൽ നമ്മൾ ചിലപ്പോൾ വായിച്ചിട്ടില്ലേ പഥ്യോപദേശം? അങ്ങനെ വായിച്ചിട്ടില്ലേ? പഥ്യോപദേശം കാത്തുകൊള്ളുക, അങ്ങനെ വായിച്ചിട്ടില്ലേ? ഈ പഥ്യം എന്ന് പറഞ്ഞാൽ എന്താ? പഥ്യം എന്ന് പറഞ്ഞാൽ ഒരു കാര്യമുണ്ട്. നമ്മൾ ഈ ആയുർവേദ മരുന്ന് കഴിക്കുന്നവരോട് ഡോക്ടർ പറയും ഈ മരുന്ന് കഴിക്കുമ്പോൾ എന്തുണ്ട്? പഥ്യമുണ്ട്. എന്താണ്? മുട്ട, ഇറച്ചി, മീൻ ഇതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം? പഥ്യമായിരിക്കണം. പഥ്യമായിരിക്കണം എന്ന് പറഞ്ഞ അർത്ഥം ഒഴിവാക്കിയിരിക്കണം, ഉപേക്ഷിച്ചിരിക്കണം. എന്നാലേ ഈ മരുന്ന് ശരീരത്തിൽ എന്ത് ചെയ്യുള്ളൂ? ഫലിക്കുള്ളൂ. അപ്പം ഒരമ്മച്ചി എന്ത് ചെയ്യുന്നറിയാം? ഇങ്ങോട്ട് ശ്രദ്ധിച്ചോണം. ഈ പഥ്യോപദേശം വിട്ടുപോകുമ്പോൾ ഒരു അപകടം പറയുക. ഒരമ്മച്ചി എന്ത് ചെയ്യുന്നറിയോ? ഈ ആയുർവേദ മരുന്ന് കഴിക്കുന്ന കൂട്ടത്തിൽ ആരും അറിയാതെ മുട്ടയും മീനും ഒക്കെ അങ്ങ് കഴിച്ചപ്പോൾ എന്ത് സംഭവിച്ചെന്ന് ചോദിച്ചാൽ പഥ്യം തെറ്റിയപ്പോൾ പെൻസിൽ പോലെ ഇരുന്ന അമ്മാമ്മ കയറി അങ്ങ് ഭരണി പോലെ വീർത്തു. ശ്രദ്ധിച്ചോണം. നല്ല വണ്ണമൊക്കെ വെച്ച് അങ്ങ് സെറ്റായി. അപ്പോൾ ഈ തൊഴിലുറപ്പിനൊക്കെ ചെന്നപ്പം പെണ്ണുങ്ങളെല്ലാം ചോദിക്കാം, അയ്യോടി എന്നാലും ഇവക്ക് എന്തൊരു മാറ്റമാടി, പെൻസിൽ പോലെ ഇരുന്നവള് ഇതേ നോക്കി മാറ്റുന്നു, അവളൊക്കെ നന്നായല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ കാണുന്നവരെന്താ പറഞ്ഞ? എന്തായി? നന്നായി. എന്തായി പറഞ്ഞേ? നന്നായി. സത്യത്തിൽ നന്നായതാണോ? നീരും വെള്ളവും കയറി ചാകാൻ പോവാ. ആ വ്യത്യാസം മനസ്സിലാവുന്നുണ്ടോ? ഇപ്പൊ ലോകം നന്നായി എന്ന് പറയുന്നതെല്ലാം നന്നാകല് അല്ല. ഇവിടെ പഥ്യം തെറ്റിച്ചത് കൊണ്ടുണ്ടായ അപകടമാണ് ഈ ശരീരത്തിൽ ചുമക്കുന്നത്. അപ്പൊ നാട്ടുകാർ പറഞ്ഞ എന്തായി? നന്നായി. അപ്പൊ പഥ്യോപദേശം തെറ്റിച്ചിട്ട് ആൾക്കൂട്ടത്തിലേക്ക് പോകുമ്പോൾ ഓർക്കണം, അവിടെ ഭയങ്കര കഠിന ഉപദേശമാണ്. അത് ഒരു 5-6 വർഷമായി ഞാൻ സഹിക്കുന്നു, എന്നിട്ട് ഒരു നേട്ടവും ഉണ്ടായില്ല. അപ്പുറത്ത് ചെന്നപ്പോഴോ സൈക്കിളെ വാടാ, കാറെ പോകാം, ഇൻസ്റ്റന്റ് വിടുതൽ. മറ്റേടത്ത് അങ്ങനെയല്ല. ഉള്ളി അങ്ങ് ഉപദേശിച്ച് നമ്മളെ കൊല്ലും. മറ്റേടത്ത് പിന്നെ ഉപദേശമൊന്നും എളുപ്പമാണ്. പഥ്യമില്ല. അപ്പം നോക്കണം. അതുകൊണ്ട് ഈ ഇൻസ്റ്റന്റ് വിടുതൽ വലിയ അപകടമാണ്. അതാദ്യം മനസ്സിലാക്കിക്കോണം. പോട്ടെ, തിരിച്ചു വരാം. അപ്പൊ വർജനം ചെയ്യണം. എന്തൊക്കെ വർജനം ചെയ്യണം പറഞ്ഞേ? വിഗ്രഹാർപ്പിതം. അടുത്തത് രക്തം, ശ്വാസം മുട്ടിച്ചത്തത്. ഈ രക്തവും ശ്വാസം മുട്ടിച്ചത്തതും തമ്മിൽ കണക്റ്റഡാ. എന്താ? രക്തം. വേദപുസ്തകം പറയുന്നു ജീവൻ രക്തത്തിലല്ലോ, അതുകൊണ്ടാണ് രക്തം ഒഴിവാക്കണമെന്ന് പറഞ്ഞത്. അപ്പൊ ശ്വാസം മുട്ടിച്ചത്ത ഒഴിവാക്കാൻ പറഞ്ഞാൽ എന്താ? ശ്വാസം മുട്ടിച്ചത്ത ഒരു ജീവിയുടെ ശരീരത്തിന്റെ അകത്ത് രക്തം കട്ട പിടിച്ചിരിക്കും. അതുകൊണ്ടാണ് പണ്ട് കാലത്ത് നമ്മുടെ നാട്ടിൽ കോഴിയെ മേടിക്കാൻ ചെല്ലുമ്പം ഒരു ഉരുളം തടിയാണ് കടക്കാരൻ അവിടെ വെച്ചിരിക്കുന്നത്. പണ്ട് അത് വയസ്സായവർക്കൊക്കെ അറിയാം. ഈ ഒരു കോഴി വേണമെന്ന് പറഞ്ഞാൽ എടുത്ത് അങ്ങോട്ട് തൂക്കി വെച്ച് ഈ കോഴിയുടെ ചിറക് രണ്ടും കൂടെ ചേർത്ത് ഇങ്ങനെ ഒരു പിടിക്കും. പിടിച്ച് അങ്ങോട്ട് പൊക്കി നിർത്തി വെച്ച് ഈ ഉരുളം തടി എടുത്ത് അതിൻ്റെ നടുവിന് അപ്പുറവും ഇപ്പുറം 2 അടി അടിച്ചിട്ട് അങ്ങോട്ട് ഇടും, ചത്തു. ഇന്ന് അത് മാറി. ഇന്ന് അറുത്ത് പാട്ടയിലോട്ടിട്ട് രക്തം മുഴുവൻ വാർന്നു പോയിട്ടേ കഴിക്കുള്ളൂ. അതാണ് അതിൻ്റെ ശരി. അതാണ് വേദപുസ്തകം പറയുന്നത് ജീവൻ രക്തത്തിലല്ലോ. അപ്പൊ ശ്വാസം മുട്ടിച്ചത് പരസംഗം എന്ന് പറയുന്നത്, വേദപുസ്തകം പരസംഗം എന്ന് പറയുന്നത് ജീവനുള്ള ദൈവത്തെ വിട്ട് വിഗ്രഹങ്ങളെ സേവിക്കാൻ പോകുന്നതിനെയാണ് പരസംഗമെന്ന് വേദപുസ്തകം സംബോധന ചെയ്തിരിക്കുന്നത്. അപ്പൊ വിഗ്രഹാർപ്പിതൻ, രക്തം, ശ്വാസം മുട്ടിച്ചത്തത്, പരസംഗം എന്നിവ വർജിക്കുന്നത് ആവശ്യം. അപ്പൊ ഈ പറഞ്ഞ 4 എന്ത് ചെയ്തിരിക്കണം? സഭ ഉപേക്ഷിച്ചിരിക്കണം. അതിലൊന്നാണ് എന്ത്? വിഗ്രഹാർപ്പിതം. എന്തായാലും രക്തം നിങ്ങൾ കുടിക്കാറില്ല. നമ്മളാരും എന്തല്ല ഡ്രാക്കുളയൊന്നും അല്ല. അപ്പം അതുകൊണ്ട് മറ്റുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യാറില്ല. അറിയാതെ സംഭവിക്കുന്ന ഒരു കാര്യമാണ് വിഗ്രഹാർപ്പിതം. എന്നാൽ വിഗ്രഹാർപ്പിതം ഒഴിവാക്കണം. ഇത് വാമൊഴിയായി അറിയിച്ചു. ഇനി അപ്പോസ്തലപ്രവൃത്തി 21:25 21:25 അപ്പൊ വിശ്വസിക്കുന്ന ജാതികളെ സംബന്ധിച്ചോ. അപ്പം ദൈവസഭയ്ക്കകത്ത് യഹൂദന്മാർ മാത്രമല്ല ഉള്ളത്. പിന്നെ ആരാ?
ജാതികളും ഉണ്ട്. യഹൂദന്മാരിൽ നിന്നും ജാതികളിൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിനെ കർത്താവും രക്ഷിതാവുമായി ഹൃദയം കൊണ്ട് വിശ്വസിച്ച് അതരം കൊണ്ട് ഏറ്റുപറഞ്ഞ് രക്ഷിക്കപ്പെട്ടവരാണ് സഭയ്ക്കകത്തുള്ളത്. അപ്പോൾ ഏറെക്കുറെ ആളുകളും ജാതിയിൽ നിന്ന് വന്നവരാണ്. നമ്മുടെ നാട്ടിൽ ചില ആളുകൾ പറയും, ഞങ്ങളൊക്കെ പിന്നെ പണ്ടേ ക്രിസ്ത്യാനിയെ കേട്ടിട്ടില്ലയോ, മുളമൂട്ടി കുടുംബത്തിലെയാ ഞാൻ എന്നൊക്കെ പറയും. മുളമൂട്ടിലായാലും കല്ലുമൂട്ടിലായാലും മതിലേക്കുരുത്തായാലും എല്ലാം എന്താണ്? ജാതിയാണ്. കാരണം ബൈബിൾ യഹൂദനല്ലാത്ത സകലരെയും വിളിച്ചിരിക്കുന്നത് എന്താ? ഇവിടെ പാരമ്പര്യ ക്രിസ്ത്യാനികൾ ആരെങ്കിലും ഉണ്ടോ? എൻ്റെ അപ്പൻ യഹൂദനാന്നുള്ള ഒരു കൈവൊക്കെ ഇല്ല. പപ്പാടെ പപ്പ ഇല്ല. മുത്തച്ഛൻ ഇല്ല. ആരുമില്ല. അപ്പോൾ എല്ലാവരും എന്താണ്? വലിയ കോളറൊന്നും പിടിക്കാനില്ല. നമ്മളെല്ലാം ജാതികളിൽ നിന്ന് കൃപയാൽ അകത്ത് കയറിയവരാ. അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ ജാതികളിൽ നിന്ന് അകത്ത് കയറിയവരടുത്ത് നിങ്ങൾ യഹൂദൻ്റെ പാരമ്പര്യം തലയിലോട്ട് എന്ത് ചെയ്യണ്ട, കെട്ടിവെക്കണ്ട എന്നാണ് ഈ പറയുന്ന. ജാതികളിൽ നിന്ന് വന്നവരെ സംബന്ധിച്ചോ അവരെന്ത് ചെയ്യണം? അപ്പൊ വീണ്ടും പറയുന്നു, വിഗ്രഹാർപ്പിതവും രക്തവും ശ്വാസം മുട്ടിച്ചത്തതും പരസംഗവും മാത്രം ഒഴിഞ്ഞിരിക്കണമെന്ന് വിധിച്ച് എഴുതി അയച്ചിട്ടുണ്ട്. അപ്പൊ നേരത്തെ വാമൊഴിയായി പറഞ്ഞത് ഇപ്പൊ എന്ത് ചെയ്തു? രേഖാമൂലം അങ്ങോട്ട് കൊടുത്തു, ഉപദേശം ഉറപ്പിച്ചു. അപ്പൊ വിഗ്രഹാർപ്പിത ഉപദേശമാണോ? ഉപദേശമാണ്. ഒരു വാക്യം കൊണ്ടല്ല ഉപദേശം സ്ഥാപിക്കുന്നത്. ഒരു വാക്യത്തിന് ഇണവാക്യം അപ്പുറത്തുണ്ട്. അത് രേഖാമൂലം രേഖപ്പെടുത്തി അയച്ചു. അന്ന് വാമൊഴിയായി പറഞ്ഞത് ഇപ്പൊ എഴുതി അയച്ചിട്ടുണ്ട്. എന്ത് ചെയ്തേക്കണം? വിഗ്രഹാർപ്പിതം ഒഴിവാക്കിയിരിക്കണം. മനസ്സിലായോ? എന്നെ ആരും ഉണ്ടാത്ത സ്തോത്രം. അപ്പൊ ഇതിന്റെ ചില ആളുകൾ ചോദിക്കാറുണ്ട്, ചേടാ ഇതിപ്പം ഈ ബൈബിൾ ക്ലാസ്സിനെല്ലാം വന്നാൽ ഇനിയിപ്പോൾ ഉള്ളതും കൂടെ യുവമാരെ കാരണം ഇപ്പോൾ ഒന്നും തിന്നാനും ഇങ്ങനെ പറയുന്നവരൊക്കെ ഉണ്ട്. പിന്നെ ചിലർ പറയും, പാഷ ഇതൊക്കെ ഇപ്പം ഇത്രയും വലിയ കഠിനമായിട്ട് പറയേണ്ട കാര്യമൊന്നുമില്ല, ഇപ്പം ഇച്ചിരി തിന്നെന്നും പറഞ്ഞു സ്വർഗത്തിൽ പേര് വെട്ടും. അയ്യോ, വിഗ്രഹാർപ്പിതം കഴിച്ച സ്വർഗത്തിൽ പോതല്ലേ? പരിശോധിക്കാം. 1 കൊരിന്ത്യർ ലേഖനം 8-ാം അധ്യായം. ഇനി ഇതിൻ്റെ ഡീപ്പായിട്ട് അവിടെയാണ് പറയുന്നത്. വിഗ്രഹാർപ്പിതങ്ങളുടെ കാര്യം പറഞ്ഞാലോ നമുക്ക് എല്ലാവർക്കും അറിവുണ്ട്. കാരണം നേരത്തെ അപ്പോസ്തല പ്രവൃത്തിയിലും ലേഖനങ്ങളിലും എല്ലാം ഇതിനെക്കുറിച്ച് എന്ത് ചെയ്തിട്ടുണ്ട്? ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. എങ്കിലും നമുക്കെല്ലാം അറിവുണ്ട് എന്ന് നമുക്കറിയാം. അറിവ് ചീർപ്പിക്കുന്നു, സ്നേഹമോ ആത്മീക വർധന വരുത്തുന്നു. ഞാൻ നേരത്തെ ഒരു കാര്യം ഞാൻ ദൈവമക്കളോട് പറയാം. ഒന്ന് ശ്രദ്ധിച്ചാട്ടെ. ദൈവസഭയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് സ്നേഹമായിരിക്കണം. ഒരു കാര്യം മനസ്സിലാക്കണം, സഭയ്ക്കകത്ത് എപ്പോൾ സ്നേഹം നഷ്ടപ്പെട്ടു തുടങ്ങുന്നോ ആ സഭ പൊളിയുന്നതിൻ്റെ ലക്ഷണമാണത്. എല്ലാവരും ദയവായി നിങ്ങളുടെ ഹൃദയപ്പലകയിൽ ഇതൊന്ന് കുറിച്ചിടണം. സഭയ്ക്കകത്ത് സ്നേഹം നഷ്ടപ്പെടുന്നൊരു സാഹചര്യം ഉണ്ടായാൽ ആ സഭ പൊളിയുന്നതിൻ്റെ ലക്ഷണമാണത്. ഇനി ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം, ഈ പൊളിക്കുന്നവന് നാളെ വേറൊരു ചർച്ചിലോട്ട് ഓടിക്കയറാം, ഒരു പ്രശ്നവുമില്ല. ബഹ്റിനിലെ ചർച്ചിനൊന്നും ഒരു കുറവും ഇല്ല. പൊളിക്കാൻ നടക്കുന്നവന് ഏത് ചർച്ചിൽ ഓടിക്കയറാം. ഇതുപോലെ ഒരെണ്ണം ബിൽഡ് ചെയ്യണമെങ്കിൽ, കെട്ടിടത്തെക്കുറിച്ചല്ല പറയുന്നത്, സഭ നമ്മളെപ്പോഴും ഗൗരവമായി മനസ്സിലാക്കണം. നിസ്സാരം ഒന്ന് ക്ഷമിച്ച് കളയാവുന്ന കാര്യങ്ങൾക്ക് വേണ്ടി സഭയ്ക്കകത്ത് ഒരിക്കലും സ്നേഹം നഷ്ടപ്പെടരുത്. ഇത് ഞാൻ എടുത്തു പറയാൻ കാരണം, നാട്ടിൽ കണ്ട് മടുത്തിട്ടാണിത് പറയുന്നത്. അങ്ങനൊരു അവസ്ഥ എനിക്ക് തോന്നുന്നു ഇവിടെയൊന്നും അങ്ങനത്തെ പ്രശ്നങ്ങൾ ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ 5-6 ദിവസത്തെ മനസ്സിലാക്കിക്കലിൽ നിന്നായതുകൊണ്ട് അങ്ങനെയാണ് മനസ്സിലാകുന്നത്. ഞാൻ പറഞ്ഞത് കാരണം ഇവിടെ ഉള്ളവരെല്ലാം ഡ്യൂട്ടിക്ക് പോകുന്നു, എല്ലാവർക്കും അവരവരുടേതായ കാര്യങ്ങളുണ്ട്. കിട്ടുന്ന ഇച്ചിരി സമയം വചനം കേൾക്കാൻ ബന്ധപ്പെട്ട് ഓടി വരുന്നു. അത് ഏറ്റവും ഞാൻ അമേരിക്കയിലൊക്കെ ചെല്ലുമ്പം അവർ മക്കൾക്ക് കല്യാണം ആലോചിക്കണമെങ്കിൽ പോലും എൻ്റെ അടുത്ത് പാസ്റ്റർ പലയിടത്തുമൊക്കെ പോകുന്നതല്ലേ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് മനസ്സിൽ വെച്ചോണേ എന്നൊക്കെ പറയുമ്പോൾ അവർ ആദ്യം പറയും ഗൾഫിൽ നിന്നുള്ള പയ്യന്മാരും വല്ലതും ഉണ്ടെന്ന് നോക്കാൻ പറയും. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നറിയോ? ഏറ്റവും കൂടുതൽ ആത്മീയമായിട്ട് ദൈവത്തോട് വചനം കേൾക്കാനും പഠിക്കാനും ഒക്കെ താല്പര്യവും ആവേശമുള്ള കുഞ്ഞുങ്ങൾ ഗൾഫിലുള്ള ചെറുപ്പക്കാരാണ്. കാരണം മറ്റിടത്തെന്ന് പറഞ്ഞാൽ 100% ഫ്രീഡമാണ്. ആ ഫ്രീഡത്തിൽ അവർക്ക് എന്തും ചെയ്യാം. ഇവിടെ നമുക്ക് ഇത്രയും നന്നായി ആത്മീയത്തിൽ നിൽക്കാൻ കഴിയുന്നത് എന്തുകൊണ്ടാണെന്നും കൂടെ മനസ്സിലാക്കിക്കോണം. ഫ്രീഡം ഇല്ലാത്തത് കൊണ്ടാണ്. അതിന് ദൈവത്തിന് സ്തോത്രം ചെയ്യുക. അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനൊന്നും നിൽക്കൂല. മലയാളി ഇവിടെ വേറെ ലെവലാക്കിയേനെ. വേണേ അറബിയും കൂടെ ചവിട്ടി പുറത്താക്കി വെച്ച് അവനിവിടെ വേറെ പണി ഒപ്പിച്ചേനെ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ദൈവസഭയ്ക്കകത്ത് സ്നേഹം നഷ്ടപ്പെടരുത് ദൈവമക്കളെ.
നമ്മളൊക്കെ മനുഷ്യരാന്നേ, ആർക്കാ കുറവും കുറ്റവും ഇല്ലാത്തേ? നമ്മൾ ദൂതന്മാരൊന്നും അല്ലല്ലോ. വീഴ്ചകൾ വരും, പ്രയാസങ്ങൾ വരും. ഒന്ന് വരുമ്പോൾ ഒന്ന് തോളതാ പോട്ട് സാവരാ വിട്ടുകളാ സാരമില്ല എന്ന് പറഞ്ഞാൽ തീർന്നു. അങ്ങനെ തീരാൻ കഴിയണം കേട്ടോ. അതുകൊണ്ട് സ്നേഹം ആത്മീക വർധന വരുത്തുന്നു. ഓക്കെ, അതിനെക്കുറിച്ച് നമുക്ക് പിന്നാലെ അടുത്ത ക്ലാസ്സുകളിൽ പഠിക്കാം. ഇന്നിപ്പോൾ ഈ വിഷയത്തിലോട്ട് പോട്ടെ. അടുത്തത്, താൻ വല്ലതും അറിയുന്നു എന്ന് ഒരുത്തന് തോന്നുന്നു എങ്കിൽ അറിയേണ്ടതുപോലെ അവൻ ഇന്ന് വരെ ഒന്നും അറിഞ്ഞിട്ടില്ല. എനിക്കെല്ലാം അറിയാമെന്ന് ഒരുത്തന് തോന്നുന്നെങ്കിൽ അവൻ ഇതുവരെ ഒന്നും. അത് നമ്മൾ എപ്പോഴും, അതുകൊണ്ടാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്, നമ്മൾ എപ്പോഴും ഒരു പഠിതാവിൻ്റെ മനസ്സായിരിക്കണം, കേൾക്കണം. ഇപ്പം ഞാൻ പറയട്ടെ, മീറ്റിംഗ് കഴിയുമ്പോൾ ഞാൻ പറയുന്നു, നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, കേൾക്കുക. ഈ സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാൻ പറയുന്നത് എന്തിനാ? നമ്മളെല്ലാം പഠിച്ചു വെച്ചിരിക്കുന്ന വിക്കിപീഡിയ ആയതുകൊണ്ടല്ല. ആ സംശയം ചോദിക്കുമ്പോഴാണ് നമുക്ക് ഇന്ന് വരെ അറിയാത്ത എന്തെങ്കിലും ഉണ്ടെന്നൊരു തോന്നൽ നമുക്ക് വരും. അപ്പം നമുക്ക് വീണ്ടും അത് പഠിക്കാൻ പ്രേരണയാവും. അതുകൊണ്ടാണ് ഈ പറയുന്നത്. ഈ സംശയം ചോദിക്കുന്നത്, ഞാൻ ചോദിക്കട്ടെ, ഈ സംശയം ചോദിക്കുന്നത് അറിയാനുള്ള ലക്ഷണമാണ് അല്ലേ? സ്കൂളിൽ ടീച്ചർ പഠിപ്പിച്ചിട്ട് അവസാനം ചോദിക്കും, എന്തെങ്കിലും എനി ഡൗട്ട്സ്? ഒന്നുമില്ല എന്ന് വെച്ചാൽ ഒന്നും മനസ്സിലായിട്ടും ഇല്ല, പിന്നെ എങ്ങനെയാണ് ചോദിക്കുന്നത്? സ്തോത്രം. അല്ല, അതെല്ലാം പഠിച്ചു തരുന്നുണ്ടെന്നല്ല. സംശയം ഒരു നല്ല ലക്ഷണമാണ്, കൂടുതൽ പഠിക്കാനുള്ള ആവേശത്തിൻ്റെ ലക്ഷണമാണ്. പക്ഷേ അതിൻ്റെ കൂടെ ഒരു അപകടങ്ങളുണ്ട്. ഈ സംശയത്തിൻ്റെ ഉത്തരം കിട്ടുമ്പോൾ അത് മനസ്സിലാക്കിയും കൂടെ വേണം. അപ്പോൾ അത് ടാലിയാവും. അപ്പം ഒന്നും അറിഞ്ഞിട്ടില്ല. അടുത്ത വാക്ക്, ഒരുത്തൻ ദൈവത്തെ സ്നേഹിക്കുന്നു എങ്കിലോ അവനെ ദൈവം അറിഞ്ഞിരിക്കുന്നു. ഒരുത്തൻ ദൈവത്തെ സ്നേഹിക്കുന്നെങ്കിലോ അവനെ ദൈവം. ദൈവത്തെ സ്നേഹിക്കുന്നവർ ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. പകുതിയേ ഉള്ളോ? ഒന്ന് കര ഉയർത്തി സ്തോത്രം പറഞ്ഞേ. എല്ലാം ദൈവത്തെ സ്നേഹിക്കുന്നു. എങ്ങനെ അറിയാം? ഇപ്പം അളന്നു നോക്കാൻ പറ്റുമോ? എങ്ങനെ അറിയാം? എന്നെ സ്നേഹിക്കുന്നവർ എൻ്റെ കൽപ്പനകളെ പ്രമാണിക്കും, ഇതിനാൽ അവർ എന്നെ സ്നേഹിക്കുന്നു എന്ന് തിരിച്ചറിയാം. അപ്പോൾ ഇനി ഞാൻ ചോദിക്കട്ടെ ഒന്നുകൂടെ, ദൈവത്തെ സ്നേഹിക്കുന്നവരെല്ലാം ഒന്നുകൂടെ സ്തോത്രം പറഞ്ഞേ. ഞാൻ കണ്ണടച്ചിരിക്കുക. അപ്പോൾ നമ്മൾ ചിന്തിക്കണം, കർത്താവിൻ്റെ കൽപ്പന, എന്നോട് ദൈവം എന്ത് ഇടപെടുന്നു, ഞാനത് സ്വീകരിക്കാൻ തയ്യാറാണ്. ഒരു കുഞ്ഞിൻ്റെ മനസ്സ്. സ്നേഹിക്കുന്നെങ്കിലോ അവനെ ദൈവം അറിഞ്ഞിരിക്കും. ദൈവത്തെ സ്നേഹിക്കുന്നവനെ ദൈവം അറിഞ്ഞിരിക്കുന്നു. അടുത്തത്, വിഗ്രഹാർപ്പിതങ്ങളെ തിന്നുന്നതിനെ കുറിച്ചോ ലോകത്തിൽ വിഗ്രഹം ഏതുമില്ല എന്നും ഏകദൈവമല്ലാതെ ദൈവമില്ല എന്നും നാം അറിയുന്നു. ലോകത്തിൽ വിഗ്രഹം ഏതുമില്ല എന്നും ഏകദൈവമല്ലാതെ ദൈവമില്ല എന്നും നാം അറിയുന്നു. ഇവിടെ അഡ്രസ് ചെയ്യുന്ന നാം ആരാ? ദൈവമക്കൾ. അടുത്തത്, പല ദേവന്മാരും പല കർത്താക്കന്മാരുമുണ്ട് എന്ന് പറയുന്നുവല്ലോ. എന്നാൽ ആകാശത്തിലോ ഭൂമിയിലോ ദേവന്മാർ എന്ന് പേരുള്ളവർ ഉണ്ടെന്ന് വരികിലും പിതാവായ ഏകദൈവമേ നമുക്കുള്ളൂ. ലോകത്തിൽ അനേക ദൈവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് ലോകം പറയുന്നെങ്കിലും പിതാവായ ഏകദൈവമേ നമുക്കുള്ളൂ. ലോകക്കാരെന്തും പറഞ്ഞോട്ടെ, ദേവന്മാരുണ്ടെന്നോ അസുരന്മാരുണ്ടെന്നോ എന്തും പറഞ്ഞോട്ടെ, പക്ഷെ ഏക ദൈവമേ നമുക്ക് ഉള്ളൂ. അവൻ സകലത്തിനും കാരണഭൂതൻ, നാം അവനായി ജീവിക്കേണ്ടതും ആകുന്നു. യേശുക്രിസ്തു എന്ന ഏക കർത്താവ് നമുക്കുണ്ട്. അവൻ മുഖാന്തരം സകലവും, അവൻ മുഖാന്തരം നാമും ആകുന്നു. അടുത്ത വാക്ക്, എന്നാൽ എല്ലാവരിലും ഈ അറിവില്ല. എന്നാൽ എല്ലാവരിലും ഈ അറിവില്ല. ഇപ്പൊ ഞാൻ ആദ്യം പറഞ്ഞു, ഈ അറിവില്ലായ്മ ഒരു കുഴപ്പമല്ല. പക്ഷെ അറിയാനായിട്ട് എന്ത് ചെയ്യണം? ശ്രമിക്കണം, പഠിക്കണം. അടുത്ത വാക്ക്, ചിലർ ഇന്നുവരെ വിഗ്രഹ പരിചയം ഹേതുവായി വിഗ്രഹാർപ്പിതം എന്ന് വെച്ച് തിന്നുന്നു. അപ്പൊ ചിലർ എന്ത് ചെയ്യുന്നു? തിന്നുന്നു. അടുത്തത്, അവരുടെ മനസാക്ഷി ബലഹീനമാകിയാൽ മലിനമായി തീരുന്നു. അപ്പൊ വിഗ്രഹാർപ്പിതം തിന്നുന്ന ഒരു വ്യക്തി വിശുദ്ധനായി മാറുകയാണോ? പിന്നെന്തായി മാറുന്നു? മലിനമായി മാറുന്നു. അടുത്തത്, എന്നാൽ ആഹാരം നമ്മെ ദൈവത്തോട് അടുപ്പിക്കുന്നില്ല. തിന്നാഞ്ഞാൽ നമുക്ക് നഷ്ടമില്ല, തിന്നാൽ ആദായവുമില്ല. നോക്ക്, എന്നാൽ നിക്കട്ടെ. അപ്പൊ ഈ തിന്നാഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ച് ഒരു നഷ്ടവും ഇല്ല. ഇത് തിന്നാൽ ദൈവത്തിന് ഇച്ചിരൂടെ സ്നേഹം കൂടുമെന്നൊരു ആദായവും ഇല്ല, ഒന്നുമില്ല. ആഹാരം കഴിച്ചത് കൊണ്ട് ദൈവത്തിന് എന്നോട് കൂടുതൽ ഒരു അടുപ്പം ഉണ്ടാവുമെന്നും ഇല്ല. അപ്പൊ ഇതാണ് ഒന്നാം ഘട്ടം. ഇനി പറയുന്നത് ശ്രദ്ധിച്ചു കേട്ടോണം. എന്നാൽ നിങ്ങളുടെ ഈ സ്വാതന്ത്ര്യം ബലഹീനന്മാർക്ക് യാതൊരു വിധത്തിലും തടങ്ങൽ ആയി വരാതിരിപ്പാൻ നോക്കുവിൻ. അടുത്തത്, അറിവുള്ളവനായ നീ. ഇനി നമ്മൾ വാക്യം ധ്യാനിക്കാൻ പോവാ. ശ്രദ്ധിച്ചോ. അറിവുള്ളവനായ നീ ക്ഷേത്രത്തിൽ അഥവാ ഒരു വിഗ്രഹാർപ്പിതം കഴിക്കാൻ ഭക്ഷണത്തിനിരിക്കുന്നത് ഒരുത്തൻ കണ്ടാൽ. നിക്കട്ടെ, ഇതേത് അറിവായി പറയുന്നത്?
LLB ആണോ MD ആണോ MBBS ആണോ എന്തുവാ ഈ പറയുന്ന അറിവ്? ദൈവവചനത്തെക്കുറിച്ചുള്ള അറിവാണ്. അറിവുള്ളവനായ നീ, ഇവിടെ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ജോബി പാസ്റ്ററിനെ എക്സാമ്പിളായിട്ട് എടുക്കുകയാണ്. അറിവുള്ളവനായ നീ. അപ്പം ജോബി പാസ്റ്ററിനെ കുറിച്ച് സഭയിലെ വിശ്വാസികൾക്കൊരു ധാരണയുണ്ട്, ഞങ്ങളുടെ പാസ്റ്റർക്ക് അത്യാവശ്യം ദൈവവചനം അറിയാം, അദ്ദേഹം ഞങ്ങളെ നന്നായി പഠിപ്പിക്കുന്നു, അത്യാവശ്യം വചനത്തിൽ നല്ല ബോധ്യമുള്ളൊരു ദൈവദാസനാണ് ഞങ്ങളുടെ പാസ്റ്റർ എന്ന് വിശ്വാസികളെല്ലാം വിശ്വസിച്ചിരിക്കുന്നു. അങ്ങനെ ഇരിക്കെ വചനത്തിൽ അറിവുള്ള പാസ്റ്റർ, നിങ്ങളിങ്ങനെ യാത്ര ചെയ്തു പോകുമ്പോൾ വചനത്തിൽ അറിവുള്ള പാസ്റ്റർ ഒരു വിഗ്രഹാർപ്പിതം കഴിക്കാൻ ഒരിടത്തിരിക്കുന്നത് 3 മാസം മുമ്പ് വിശ്വാസത്തിലേക്ക് വന്ന ജിജോ ഉദാഹരണത്തിനെടുക്കാം, ഉദാഹരണത്തിനാണേ, 3 മാസങ്ങൾക്ക് മുമ്പ് വിശ്വാസത്തിൽ വന്ന ബലഹീന സഹോദരൻ, വചനത്തിൽ പഠിച്ചു വരുന്നേ ഉള്ളൂ, ആ ബലഹീന സഹോദരൻ ഇത് കണ്ടാൽ, നോക്ക്, കണ്ടാൽ ബലഹീനനെങ്കിൽ അവൻ്റെ മനസാക്ഷിയും വിഗ്രഹാർപ്പിതങ്ങളെ തിന്നുവാൻ തക്കവണ്ണം ഉറക്കയില്ലയോ? ദാറ്റ് മീൻസ് ഇത് കാണുന്ന ജിജോ ഇങ്ങനെ ചിന്തിക്കയില്ലയോ? എങ്ങനെ? ദൈവവചനത്തിൽ ഇത്രയും അറിവുള്ള ഞങ്ങളുടെ പാസ്റ്റർ ഇത് കഴിക്കാനിരിക്കുന്നെങ്കിൽ അത് അത്ര വലിയ കുഴപ്പമുള്ളൊരു കാര്യം അല്ല. കുഴപ്പമുള്ളതാണെങ്കിൽ ആര് ചെയ്യില്ല? ഞങ്ങളുടെ പാസ്റ്റർ ഒരിക്കലും അത് ചെയ്യില്ല, കാരണം അദ്ദേഹത്തിന് വചനത്തിൽ അറിവുണ്ട്. അപ്പം അങ്ങനെയാണെങ്കിൽ എനിക്കും ഇതൊന്ന് കഴിക്കാം എന്ന് അവൻ ചിന്തിക്കയില്ലയോ എന്നാണ് ഈ വിഷയം. ഇനി ഒന്നുകൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയാം. ദൈവവചനത്തിൽ ഇത്ര അറിവുള്ള നിങ്ങളുടെ പാസ്റ്റർ ഇവിടെ ഒരു തിയേറ്ററിൽ ബാഹുബലി കാണാൻ ക്യൂ നിൽക്കുന്നു ടിക്കറ്റ് എടുക്കാൻ. ഇപ്പം എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലായി, കണ്ടോ? ഓരോ ഇടങ്ങറ് നോക്കി, അപ്പം പെട്ടെന്ന് മനസ്സിലായി. അപ്പം വചനത്തിൽ ഇത്രയും അറിവുള്ള ഞങ്ങളുടെ പാസ്റ്റർ തിയേറ്ററിൽ ടിക്കറ്റ് എടുക്കാൻ ഇങ്ങനെ നിൽക്കണമെങ്കിൽ അടുത്ത ആഴ്ച എനിക്കും ബാഹുബലി ഒന്ന് കാണാമെന്ന് ചിന്തിക്കില്ലയോ എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. ഇവിടെ ഭക്ഷണമാണെന്നുള്ളൊരു വ്യത്യാസമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് ബാഹുബലി അല്ല, വിഗ്രഹാർപ്പിതം ആയതുകൊണ്ട് ഇങ്ങോട്ട് തിരിച്ചു വരാം. അപ്പോൾ ശ്രദ്ധിച്ചേ, അവൻ്റെ മനസാക്ഷിയും വിഗ്രഹാർപ്പണങ്ങൾ തിന്നുവാൻ. അപ്പം ജിജോയും ഒന്ന് കഴിക്കാം, കുഴപ്പമൊന്നും, ഇത് വലിയ പ്രശ്നമുള്ളതല്ലെന്ന് തീരുമാനിക്കുകയില്ലയോ? ഓക്കെ, അതിനിപ്പം പാസ്റ്റർക്ക് എന്താ കുഴപ്പമൊന്നല്ലേ? അടുത്ത വാക്യം, ആർക്കു വേണ്ടി ക്രിസ്തു മരിച്ചുവോ ആ ബലഹീന സഹോദരൻ ഇങ്ങനെ നിന്റെ അറിവിനാൽ നശിച്ചു പോകുന്നു. അപ്പം ജോബി എന്ന വ്യക്തി കാരണം ഇപ്പൊ ആര് നശിച്ചു പോകുന്നു? ജിജോ എന്ന വ്യക്തി നശിച്ചു പോകുന്നു. അടുത്ത വാക്ക്, ഇങ്ങനെ സഹോദരന്മാരുടെ നേരെ എന്ത് ചെയ്തു? പാപം ചെയ്ത് അവരുടെ ബലഹീന മനസാക്ഷി ദണ്ഡിപ്പിക്കുമ്പോൾ നിങ്ങൾ ക്രിസ്തുവിനോട്, ഇപ്പൊ ഈ തിന്ന ആൾ ആരോട് പാപം ചെയ്തു? യേശുക്രിസ്തുവിനോട്. യേശുക്രിസ്തുവിനോട് പാപം ചെയ്യുന്ന ഒരു വ്യക്തി കാഹളനാദത്തിങ്കൽ പറക്കുവോ ഇല്ലയോ? പറ, ഇല്ലല്ലോ. അപ്പൊ വിഗ്രഹാർപ്പിതം എന്തിന് കാരണമായി? നിത്യത നഷ്ടപ്പെടാൻ. കണ്ടോ, ചെറിയ കാര്യമാണോ? ഇതിലെന്തെങ്കിലും ഞാൻ സ്വന്തമായിട്ട് വ്യാഖ്യാനിച്ചോ? എഴുതിയിരിക്കുന്ന കാര്യം ഇതൊക്കെ നമ്മൾ എത്രയോ വട്ടം വായിച്ചു വിട്ടിട്ടുള്ള വേദഭാഗം. അപ്പൊ നമ്മൾ ഇതൊന്ന് ധ്യാനിക്കുമ്പോഴാണ് എന്താണ് ഇതിൻ്റെ പിന്നിലെ മർമ്മം ഒന്ന് മനസ്സിലാകുന്നത്. ഓക്കെ, നിങ്ങളുടെ ഇരിപ്പ് കണ്ടിട്ട് അപ്പം എനിക്ക് തോന്നുന്നു ചിലരുടെ ഹൃദയത്തിൽ ഇപ്പോൾ ഒരു ചിന്ത വരും, സ്തോത്രത്തോടെ കഴിക്കാമെന്ന് വാക്യമുണ്ടല്ലോ പാസ്റ്റർ. നിങ്ങളുടെ ചിരി കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി അങ്ങനെ വാക്യമുണ്ടെന്ന്. ശരി, പഠിക്കാം. 1 കൊരിന്ത്യർ 10-ാം അധ്യായം 25 മുതലുള്ള വാക്യം എടുക്കാം. അങ്ങനെയാണെങ്കിൽ പിന്നെ ഇവിടെ ഇങ്ങനെ എഴുതി വെച്ചിട്ട് അപ്പുറത്ത് സ്തോത്രത്തോടെ കഴിക്കാമെന്ന് എഴുതിയാൽ പിന്നെ ദൈവവചനത്തിൻ്റെ ഡിവിനിറ്റി പോയില്ലേ? കോൺട്രഡിക്ഷൻ ആയില്ലേ? വൈരുദ്ധ്യം ഉണ്ടാവില്ലേ? വായിക്കാം. ഭിന്നത വരാതെ അവയവങ്ങൾ അന്യോന്യം ഒരുപോലെ. ഏതാ 1 കൊരിന്ത്യർ 10:25 പിന്നെ വെറുതെ എന്നെ കൂടെ തെറ്റിക്കല്ലേ. അങ്ങാടിയിൽ വിൽക്കുന്നത് എന്തെങ്കിലും മനസാക്ഷി നിമിത്തം ഒന്നും അന്വേഷണം കഴിക്കാതെ തിന്നുവേൻ. അപ്പൊ നിങ്ങൾ നോക്കിയേ, എന്തായി പറഞ്ഞതിൻ്റെ അർത്ഥം? നമ്മൾ സഭയായിട്ട് അടുത്ത വെക്കേഷൻ ഒരു പിക്നിക്കിന് പോവുക. പിക്നിക്കിന് പോയി നമ്മൾ പിന്നെ അങ്ങോട്ട് ചെന്നു. അപ്പോൾ കൊച്ചു പറഞ്ഞു പപ്പ വിശക്കുന്നെന്ന് പറഞ്ഞു. അപ്പോൾ നേരെ മക്ഡൊണാൾഡിലോട്ട് കയറിയിട്ട് അതിൻ്റെ ഉടമസ്ഥനോട് ചോദിക്കുക, രക്ഷിക്കപ്പെട്ടതാണോ? പറ്റുമോ? ഇവിടെ പറയുന്നത് അങ്ങാടിയിൽ ലഭിക്കുന്നതെന്തും മനസാക്ഷി നിമിത്തം ഒന്നും അന്വേഷണം കഴിക്കാതെ. അതുകൊണ്ടാണ് നമ്മൾ പുറത്തു പോയി കഴിക്കുന്ന ഭക്ഷണം പ്രാർത്ഥിച്ച് കഴിക്കുന്നത്. ഓക്കെ, തീർന്നില്ല, താഴോട്ട്. ഭൂമിയും അതിന്റെ പൂർണ്ണതയും കർത്താവിനുള്ളതല്ലോ. അവിശ്വാസികളിൽ ഒരുവൻ നിങ്ങളെ ക്ഷണിച്ചാൽ, ശ്രദ്ധിച്ചേ, വിശ്വാസി അല്ലാത്ത ഒരാൾ നിങ്ങളെ വിശേഷത്തിന് ക്ഷണിച്ചാൽ നിങ്ങൾക്ക് പോകാൻ മനസ്സുണ്ടെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ വിളമ്പുന്ന എന്തായാലും മനസാക്ഷി നിമിത്തം ഒന്നും അന്വേഷിക്കാതെ തിന്നുവിൻ. നോ പ്രോബ്ലം, നോ പ്രോബ്ലം. അടുത്ത വാക്ക്, എങ്കിലും ഒരുവൻ ഇത് വിഗ്രഹാർപ്പിതം എന്ന് നിങ്ങളോട് പറഞ്ഞാൽ ആ അറിയിച്ചവൻ നിമിത്തവും മനസാക്ഷി നിമിത്തവും തിന്നരുത്.
അപ്പം എന്തിനെ വിലക്കുള്ളൂ? ചുരുക്കി പറഞ്ഞാൽ അല്ലാതെ വിളമ്പുന്നത് കഴിച്ചോ. കഴിക്കുമ്പോൾ ഇത് വിഗ്രഹാർപ്പിതമാണെന്ന അറിവ് നമുക്കുണ്ടെങ്കിൽ ഒരു കാരണവശാലും ആ മറ്റേ ഉപദേശം ഇവിടെ സ്ഥാപിക്കപ്പെടുകയാണ്, തിന്നരുത്. അപ്പൊ ഉപദേശം ആരെ കാരണം? ഒന്നും കഴിക്കരുതെന്നാണോ? എല്ലാം കഴിച്ചോ, ബട്ട് ഒന്ന് കഴിക്കരുത്. ദാറ്റ് മീൻസ് വിഗ്രഹാർപ്പിതം കഴിക്കരുത്. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ പിന്നെ സ്തോത്രത്തോടെ കഴിക്കാമെന്ന് പറയുന്ന ഭാഗം വരാം എടുക്കുക. 1 തിമോത്തിയോസ് 4-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. എന്നാൽ ഭാവി കാലത്ത് ഇനി ശ്രദ്ധിച്ചോണം, ഇവിടെ ഉണ്ടല്ലോ, ഇങ്ങോട്ട് നോക്കിക്കോ. എന്നാൽ ഭാവി കാലത്ത് ചിലർ വ്യാജാത്മാക്കളെയും ഭൂതങ്ങളുടെ ഉപദേശങ്ങളെയും ആശ്രയിച്ച് ഭോഷ്കു പറയുന്നവരുടെ കപടത്താൽ വിശ്വാസം ത്യജിക്കുമെന്ന് ആത്മാവ് തെളിവായി പറയുന്നു. അടുത്ത വാക്ക്, അവർ സ്വന്തം മനസാക്ഷിയിൽ ചൂടുവച്ചവരായി വിവാഹം വിലക്കുകയും. അവർ വിവാഹം വിലക്കും. അപ്പൊ വിവാഹം വിലക്കുന്നത് ഏതാത്മാവാ? വ്യാജാത്മാവും ഭൂതാത്മാവും. വിവാഹം കഴിക്കാൻ പാടില്ല, അത് പാപമാണെന്ന് പറഞ്ഞാൽ അത് ഏതാത്മാവാ? വ്യാജാത്മാവും ഭൂതാത്മാവും. അവർ വിവാഹം വിലക്കും. പിന്നെ സത്യത്തെ ഗ്രഹിച്ചിരിക്കുന്ന വിശ്വാസികൾ സ്തോത്രത്തോട് അനുഭവിപ്പാൻ. ഈ വാക്യമാണ് ഹൃദയത്തിൽ കടന്ന് കളിച്ചത്. മനസ്സിലായോ? സത്യത്തെ ഗ്രഹിച്ചിരിക്കുന്ന വിശ്വാസികൾ സ്തോത്രത്തോട് അനുഭവിപ്പാൻ ദൈവം സൃഷ്ടിച്ച ഭോജ്യങ്ങളെ വർജിക്കണമെന്ന് കൽപ്പിക്കുകയും ചെയ്യും. അപ്പൊ ദൈവം നമുക്ക് കഴിക്കാൻ വേണ്ടി സൃഷ്ടിച്ചു തന്ന ഭോജ്യങ്ങളെ കഴിക്കാൻ പാടില്ല എന്ന് പഠിപ്പിച്ചാൽ അത് ഏതാത്മാവാണ്? വ്യാജാത്മാവാണ്, ഭൂതാത്മാവാണ്. എല്ലാം കഴിക്കാം. പക്ഷെ അപ്പുറത്ത് പരിശുദ്ധാത്മാവ് ഒന്ന് മാത്രം കഴിക്കരുതെന്ന് പറഞ്ഞു. അതെന്താണ്? ദാറ്റ്സ് ഓൾ. വിഷയം കഴിഞ്ഞില്ലേ? വിഗ്രഹാർപ്പിതം ഒഴികെ ഈ ഭൂമിയിൽ ദൈവം നമുക്ക് ഭക്ഷിപ്പാനായി സൃഷ്ടിച്ച സകല ഭോജ്യങ്ങളും സ്തോത്രത്തോടെ കഴിക്കാം. പക്ഷെ വിഗ്രഹാർപ്പിതം സ്തോത്രം ചെയ്ത് കഴിക്കാൻ പ്രമാണമില്ല. ഇപ്പം ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇല്ലെങ്കിൽ ആ വാക്യം എടുത്തുകൊണ്ട് യോഗം തീരുമ്പോൾ വന്നേനെ. അപ്പോൾ അവിടെ കാര്യങ്ങൾ ക്ലിയർ ആയി എന്ന് വിശ്വസിക്കും. അപ്പോൾ ഒന്ന്, അവിശ്വാസികളോട് വേർപാട് പാലിക്കണം എന്നതിൻ്റെ 1-ാം ഘട്ടം എന്ന് പറയുന്നത് അവരുടെ ആചാര അനുഷ്ഠാനങ്ങളിൽ നിന്നെല്ലാം നമ്മൾ എന്ത് ചെയ്യുക? വേർപെട്ട് നിൽക്കുക. അപ്പം നമ്മളൊരു ബന്ധു ഒരു കല്യാണം നടത്തി. കല്യാണം നടക്കുന്ന അമ്പലത്തിൻ്റെ അകത്താണ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്കത് പങ്കാളിത്തം വഹിക്കാൻ പറ്റത്തില്ല. അപ്പം നമ്മൾ ന്യായമായിട്ട് പറയും, എനിക്ക് അന്ന് വരാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് തലേന്ന് പോയി റിസപ്ഷന് പോയി മാന്യമായിട്ട് ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ ചെയ്ത് നമ്മുടെ ഉത്തരവാദിത്വം നടത്തി തിരിച്ചു വരിക. ദാറ്റ്സ് ഓൾ. സ്നേഹം നിലനിൽക്കുന്നു, പ്രമാണത്തിലും നിലനിൽക്കുന്നു, വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പം ആചാര അനുഷ്ഠാനങ്ങളിലൊന്നും നമ്മൾ എന്ത് ചെയ്യുന്നില്ല? പങ്കാളിയാകുന്നില്ല. രണ്ടാമത് ചിന്തിച്ച എന്താണ്? വിഗ്രഹാർപ്പിതങ്ങൾ പൂർണ്ണമായും വർജിക്കപ്പെട്ടിരിക്കണം. സഭയുടെ ഉപദേശമാണ്. ഒരു വാക്യമല്ല, 2 വാക്യമല്ല, നിത്യതയോട് ബന്ധപ്പെട്ട് കിടക്കുന്ന നിലയിൽ വരെ ഒരു അധ്യായം പരിശുദ്ധാത്മാവ് അതിനു വേണ്ടി നീക്കി വെക്കണമെങ്കിൽ അത് തമാശയല്ല, അത് ഗൗരവമുള്ള വിഷയമാണെന്ന് ദൈവസഭ മനസ്സിലാക്കിയിരിക്കുക. കാര്യങ്ങൾ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ. അവിശ്വാസികളോടുള്ള വേർപാടിൻ്റെ 3-ാം ഘട്ടം എന്ന് പറയുന്നത് അതും കൂടെ ചിന്തിച്ച് നമുക്ക് ഇന്നത്തെ നിർത്തി ബാക്കി നമുക്ക് നാളെ ലോകത്തോടുള്ള വേർപാട് അത് നമുക്ക് നാളെ തുടരാം. നാളെ തൊട്ട് അങ്ങനെ തുടരുമല്ലേ? എന്നെ പിഴിഞ്ഞ് ചാറെടുത്തേ വിടൂ. സ്തോത്രം. ഓക്കെ, നല്ല കാര്യം. ദൈവവചനം പഠിക്കുന്ന അനുഗ്രഹമല്ലേ? അപ്പോൾ ശ്രദ്ധിക്കുക. 3-ാം ഘട്ടം എന്ന് പറയുന്നത് 6-ാം അധ്യായം. നമ്മൾ 6-ാം അധ്യായമാണല്ലോ വേർപാട് ചിന്തിച്ചിരിക്കുന്നത്. 6:14-12 മുതൽ വായിച്ചാട്ടെ. ഞങ്ങളുടെ ഉള്ളിൽ നിങ്ങൾക്ക് ഇടുക്കമില്ല, നിങ്ങളുടെ ഹൃദയങ്ങളിൽ അത്ര ഇടുക്കമുള്ളത്. ഇതിന് പ്രതിഫലമായി നിങ്ങളും വിശാലതയുള്ളവരായിരിപ്പിൻ എന്ന് ഞാൻ മക്കളോട് എന്ന പോലെ നിങ്ങളോട് പറയുന്നു. നിങ്ങൾ അവിശ്വാസികളോട് ഇണയില്ലാ പിണ നിങ്ങൾ അവിശ്വാസികളോട് ഇണയില്ലാ പിണ ഇണയില്ല എന്നാണോ? ഇണയല്ല. അങ്ങനെ പറ. നിങ്ങൾ അവിശ്വാസികളോട് ഇണയല്ല പിണ കൂടരുത്. ശ്രദ്ധിക്കുക. അപ്പൊ അവിശ്വാസികളോട് വേർപെടുന്നതിന്റെ 3-ാം ഘട്ടം എന്ന് പറയുന്നത് വേർപെട്ടവന്റെ തലമുറ, രക്ഷിക്കപ്പെട്ടവന്റെ തലമുറ രക്ഷിക്കപ്പെടാത്തവരിൽ നിന്ന് ബന്ധമെടുക്കരുത്. അങ്ങനെയുള്ളവൻ പ്രമാണത്തിന് പുറത്താണ്. അവനെ ദൈവസഭയ്ക്കകത്ത് ഉൾക്കൊള്ളാൻ പറ്റില്ല. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ. അതിന് നമുക്ക് ഒരു വേദഭാഗത്ത് നിന്ന് നമുക്കതിൻ്റെ ആഴങ്ങളിലേക്കൊന്ന് പ്രവേശിക്കാം. ന്യായാധിപന്മാരുടെ പുസ്തകം
14 അധ്യായം 1 മുതലുള്ള വാക്യം. തിമ്നയിലേക്ക് ചെന്ന് തിമ്നയിൽ ഒരു ഫെലിസ്ത്യ കന്യകയെ കണ്ടു. അവിടെ നിൽക്കട്ടെ, ഒന്ന് ശ്രദ്ധിച്ചാട്ടെ. ഇവിടെ ഒരു നല്ലൊരു വിവാഹ രംഗം കാണാൻ പോവാണ്. കുഞ്ഞുങ്ങളൊക്കെ ശ്രദ്ധിച്ചോണേ. ഈ ശിംശോൻ എന്ന് പറയുന്ന ആള് ആരാണെന്ന് പഠിച്ചാൽ നമുക്കറിയാം. അവൻ നാസീർ വ്രതക്കാരൻ എന്നാണ് ആരെക്കുറിച്ച് പറയുന്നത്? ശിംശോൻ. എന്താ ഈ നാസീറായവൻ എന്ന് പറഞ്ഞാൽ? നാസീർ വ്രതക്കാരൻ എന്ന് പറഞ്ഞാൽ പ്രമാണമുള്ളവൻ, വേർപെട്ടവൻ, കൂട്ടത്തിൽപ്പെടാത്തവൻ, തനിച്ചിരിക്കുന്നവൻ തുടങ്ങിയ അർത്ഥങ്ങളാണ് നാസീർ വ്രതക്കാരൻ. അവൻ എപ്പോഴും വേർപെട്ടവനാണ്, സെപ്പറേഷനുള്ളവനാണ്. ഈ വേർപെട്ടവനെ, നാസീർ വ്രതക്കാരന് മുമ്പിൽ പഴയ നിയമപ്രകാരം ദൈവം ചില കൽപ്പനകളെ കൊടുത്തിരുന്നു. ഓക്കെ, പഴയ നിയമപ്രകാരം. പഴയ നിയമം നിഴലും പുതിയ നിയമം എന്താണ് പറഞ്ഞേ? നമ്മൾ ഈ ഗൗരവമുള്ള വിഷയമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ശ്രദ്ധ പോകരുത്. ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, കുഞ്ഞുങ്ങൾ അവരുടെ ലോകത്ത് അവരെ വിട്ടേക്കുക. ഇതിൻ്റെ അകത്തുനിന്ന് വെളിയിൽ പോയാൽ മാത്രം നിങ്ങൾ ടെൻഷൻ അടിച്ചാൽ മതി. എന്തായാലും അവർ ഇതിൻ്റെ ഭിത്തി പൊളിച്ചെന്തായാലും പോവുകയില്ല. അവിടെ കിടന്നോട്ടെ, ശ്രദ്ധിക്കാം. അപ്പോൾ ഈ പറഞ്ഞു വന്നത്, ഈ പഴയ നിയമത്തിലെ നാസീർ വ്രതക്കാരന് ഒരു പ്രമാണം കൊടുത്തിരുന്നു. ഈ ചിന്ത അവിടെ നിൽക്കുമ്പോൾ സംഖ്യാപുസ്തകം 6 അധ്യായത്തിലേക്കൊന്ന് വരിക. ആ പ്രമാണം എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം വേഗം. ഈ ഒരു ഭാഗവും കൂടെ പഠിച്ചു നമുക്ക് ബാക്കി നാളത്തേക്ക് വെക്കാം. യഹോവ പിന്നെയും മോശയോട് അരുളി ചെയ്തത്, നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടതാകട്ടെ, ഒരു പുരുഷനാകട്ടെ സ്ത്രീ ആകട്ടെ യഹോവയ്ക്ക് തന്നെത്താൻ സമർപ്പിക്കേണ്ടതിന് നാസീർ വ്രതം എന്ന വിശേഷ വിധിയായുള്ള വ്രതം ദീക്ഷിക്കുമ്പോൾ. അപ്പൊ ശ്രദ്ധിച്ചേ, ഇങ്ങോട്ട് ശ്രദ്ധിച്ചേ. ഒരുത്തൻ എങ്ങനെയാണ് നാസീർ ആകുന്നതെന്നാണ് ഇവിടെ പറയുന്നത്. പുരുഷനായാലും സ്ത്രീ ആയാലും അവൻ അവൻ്റെ ജീവിതം യഹോവയ്ക്ക് തന്നെത്താൻ സമർപ്പിച്ചാൽ അവൻ ആരായി? പഴയ നിയമമാണേ, ഇത് നിഴലാണേ. എന്താ ഇതിൻ്റെ പൊരുള്? നമ്മൾ എങ്ങനെയാണ് രക്ഷിക്കപ്പെടുന്നത്? ഞാൻ എൻ്റെ ജീവിതം ഇന്നു മുതൽ കർത്താവിനായി സമർപ്പിക്കുന്നു. എൻ്റെ കർത്താവിനെ എൻ്റെ രക്ഷിതാവും കർത്താവുമായി ഹൃദയം കൊണ്ട് വിശ്വസിച്ച് അതരം കൊണ്ട് ഇപ്പോഴല്ലേ രക്ഷിക്കപ്പെട്ടെ? പഴയ നിയമത്തിൽ അങ്ങനെ ചെയ്യുന്ന ഒരുത്തൻ ആരായി? നാസീറായി. പുതിയ നിയമത്തിൽ അങ്ങനെ ചെയ്യുന്ന ഒരുത്തൻ വേർപെട്ടവനായി. നിഴലും പൊരുളും മനസ്സിലാക്കാൻ വേണ്ടിയാണ് പറയുന്നത്. ഓക്കെ, അങ്ങനെ ആയിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? അടുത്ത വാക്ക്, വീഞ്ഞും മദ്യവും. പഴയ നിയമമാണ്, വീഞ്ഞും മദ്യവും വർജിച്ചിരിക്കണം. വർജനം, പുതിയ നിയമത്തിന്റെ വർജനം നമ്മൾ നേരത്തെ ചിന്തിച്ചുകൊണ്ടിരിക്കുക. ഇത് പഴയ നിയമത്തിൽ പറഞ്ഞു, വീഞ്ഞും മദ്യവും വർജിക്കണം. അടുത്തത്, വീഞ്ഞിന്റെ കാടിയും മദ്യത്തിന്റെ കാടിയും കുടിക്കരുത്. ഇനിയിപ്പം മേളിലുള്ളത് കളഞ്ഞിട്ട് കീഴേ ഉള്ളത് കുടിക്കാന്നൊക്കെ പഠിപ്പിക്കുന്ന തിയോളജിയൊക്കെ ഇപ്പൊ ഇറങ്ങിയിട്ടുണ്ട്. ഇവിടെ എഴുതിയിരിക്കുന്നത് അത് വേണ്ട, കുടിക്കരുത്. അടുത്തത്, മുന്തിരിപ്പഴത്തിന്റെ യാതൊരു രസവും കുടിക്കരുത്. മുന്തിരിങ്ങ പഴുത്തതാകട്ടെ ഉണങ്ങിയതാകട്ടെ തിന്നരുത്. അടുത്ത വാക്യം, തന്റെ നാസീർ വ്രത കാലത്തൊക്കെയും കുരു തൊട്ട് തൊലി വരെ മുന്തിരിങ്ങ കൊണ്ടുണ്ടാക്കുന്നൊന്നും അവൻ തിന്നരുത്. ദൈവത്തിന് സ്തോത്രം. പാസ്റ്റർ വന്നു, നന്നായി. ഇനിയിപ്പോ ലുലുമാളിൽ ചെല്ലുമ്പോൾ മുന്തിരിങ്ങ കണ്ട യേശുവിന്റെ നാമത്തിൽ പോ വിശ്വാസം, അല്ലേ? അങ്ങനൊന്നുമില്ല. ഇത് പഴയ നിയമമാണ്, ഇത് നിഴലാണ്. എന്താണ് ഇതിൻ്റെ പൊരുളെന്ന് നമുക്ക് പിന്നാലെ ചിന്തിക്കാം. ഇത് മുന്തിരിങ്ങ തന്നെയാണ്, വേറെ വിഷയമൊന്നുമില്ല. മുന്തിരിങ്ങ കൊണ്ടുണ്ടാക്കുന്നൊന്നും അവൻ തിന്നരുത്. ഇതിനൊരു മർമ്മമുണ്ട്, പറയാം, വായിച്ചോ. നാസീർ വ്രതകാലത്തൊക്കെയും ക്ഷൗരക്കത്തി അവന്റെ തലയിൽ തൊടരുത്. ക്ഷൗരക്കത്തി അവന്റെ തലയിൽ തൊടരുത്. ഈ പ്രമാണം കൊടുത്തതിന്റെ പിന്നിൽ ഉദ്ദേശമുണ്ട്. ആ കാലത്ത് ക്ഷൗരക്കത്തി തലയിൽ വെച്ചിട്ട് പല ഗോഷ്ഠികളും കാണിക്കുന്ന ഒരു തലമുറ ഉണ്ടായിരുന്നു. ഇനി വേണമെങ്കിൽ നമുക്ക് വായിക്കാൻ ലേവ്യ പുസ്തകം 19:27. ഇനി വേണമെങ്കിൽ അതിൻ്റെ തെളിവ് ടച്ച് ചെയ്തങ്ങ് പോവാം. വായിച്ചോ. നിങ്ങളുടെ തലമുടി ചുറ്റും പഠിക്കരുതെന്നോ? വിളമ്പ് പഠിക്കരുത്. തലമുടി ചുറ്റും വിളമ്പ് പഠിക്കരുത്. താടിയുടെ അറ്റം ചില കണ്ടിട്ടില്ലേ? ഉമ്മക്കരി കൊണ്ട് പല്ല് തേച്ചേച്ച് മുഖം കഴുകാൻ മറന്നു പോയ പോലെ ഇവിടെ ഇരിക്കുന്ന കണ്ടിട്ടില്ലേ? പറ്റിപ്പിടി ഉണ്ടെന്നില്ല. ഇപ്പം പുതിയ സ്റ്റൈലല്ലേ അത്? പോട്ടെ, ഇത് പഴയ നിയമം ആയതുകൊണ്ട് പിന്നെ പിള്ളേരൊക്കെ രക്ഷപ്പെട്ടു. പോട്ടെ, ഇതൊന്നും നമ്മളിപ്പം ഉപദേശമായിട്ട് പിള്ളേരുടെ തലയിൽ വെക്കാൻ പറ്റത്തില്ല. പഴയ നിയമത്തിലെ കാര്യം പറയുന്നത്. നിങ്ങളുടെ തലമുടി ചുറ്റും വിളുമ്പ് പഠിക്കരുത്. ആടിയുടെ അറ്റം വിരൂപമാക്കരുത്. മരിച്ചവന് വേണ്ടി ശരീരത്തിൽ മുറിവുണ്ടാക്കരുത്. മെയ്മേൽ പച്ച കുത്തരുത്. ഇതൊക്കെ പ്രമാണം കിടക്കരുത്. പോട്ടെ, നമുക്ക് തിരിച്ച് നാസീറിലേക്ക് വരാം. സംഖ്യാപുസ്തകത്തിലേക്ക് വരാം. അവിടെ പറഞ്ഞു, ആമേൻ, ക്ഷൗരക്കത്തി അവന്റെ തലയിൽ
തുടരുത്. ഈ ക്ഷൗരക്കത്തി തലയെ തുടരുന്ന് പറയാൻ കാര്യം എന്താന്ന് വെച്ചാൽ, അവന്റെ ഈ ശിംശോൻ എന്ന് പറയുന്ന വ്യക്തിക്ക് തലയിൽ 7 ജട ഉണ്ടായിരുന്നു. ഈ 7 ജടയിലാണ് അവന്റെ കൃപ. അതിനകത്ത് കത്രിക വെച്ചാൽ കൃപ എന്ത് ചെയ്തു? പോയി. ഇത് പഴയ നിയമമാണ്, നിഴല. എന്താ ഇതിന്റെ പൊരുളെന്ന് ചോദിച്ചാൽ, പുതിയ നിയമസഭയ്ക്ക് നൽകപ്പെട്ട അടിസ്ഥാന ഉപദേശങ്ങളാണ് 7. ഉപദേശത്തിൽ കത്രിക വെച്ചാൽ കൃപയിൽ നിന്ന് പോയി. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും പറയുന്നത്, സഭയിൽ ആള് കയറാൻ വേണ്ടി ഉപദേശത്തിൽ കത്രിക വെക്കരുത്. ഉപദേശത്തിൽ കത്രിക വെച്ച് ആളെ കൂട്ടിയാൽ ആള് കൂടും, പക്ഷെ ദൈവകൃപ അവിടെ പിന്നെ ഉണ്ടാവുകയില്ല. ഓക്കെ, അതൊക്കെ പിന്നാലെ നമുക്ക് വരുന്ന ദിവസങ്ങളിൽ ചിന്തിക്കാം. പഠിച്ചു തീരുമ്പോൾ നിങ്ങളും ഒരു വഴിയാവും. യഹോവയ്ക്ക് തന്നെത്താൻ സമർപ്പിച്ചിരിക്കുന്ന കാലം തികയുവോളം, പഴയ നിയമമാണ്, കാലം തികയുവോളം അവൻ എന്തായിരിക്കണം? വിശുദ്ധനായി. ഈ കാലം തികയുന്ന എപ്പോഴാ? ഒന്നുകിൽ നമ്മുടെ മരണം, അല്ലെങ്കിൽ കർത്താവിന്റെ വരവ്. 2-1 തികയുവോളം ദൈവത്തിനായി സമർപ്പിക്കപ്പെട്ടവൻ വിശുദ്ധ ജീവിതം നയിക്കണം. മനസ്സിലായോ? തലമുടി വളർത്തണം. അതാ ഞാൻ നേരത്തെ പറഞ്ഞ ജഡ കൃപ ഇരിക്കുന്നത് കൊണ്ടാണ് അത് വളർത്താൻ പറഞ്ഞത്, അല്ലാതെ നമ്മുടെ ഇവിടെ റബ്ബർ വിട്ട് നടക്കാനല്ല. അടുത്തത്, അവൻ യഹോവയ്ക്ക് തന്നെത്താൻ സമർപ്പിച്ചിരിക്കുന്ന കാലത്തൊക്കെയും ശവത്തിന്റെ അടുക്കൽ ചെല്ലരുത്. മതി, തൽക്കാലം നിൽക്കട്ടെ. നമുക്കിപ്പം സമയത്തിന്റെ പരിമിതി കൊണ്ട് ഇത്രയും തൽക്കാലം നിർത്താം. ഇങ്ങനെ കുറെ പ്രമാണം ആർക്ക് കൊടുത്തിരുന്നു? നാസീർ വ്രതക്കാരന് അഥവാ വേർപെട്ടവൻ എന്ത് ചെയ്തിരുന്നു? കൊടുത്തു. ഈ പ്രമാണമുള്ള പുള്ളിയാണ് ആര്? ശിംശോൻ ആണല്ലോ. ഇനി ഈ പുള്ളി ചെയ്തത് എന്താണെന്നാണ് ന്യായാധിപന്മാരുടെ പുസ്തകത്തിലേക്ക് തിരിച്ചു വരുന്നത്. ഇനി വായിച്ച് അന്നേരം ക്ലിയർ ആവും നമുക്ക്. അനന്തരം ശിംശോൻ 14:1 തിമ്നയിലേക്ക് ചെന്ന് തിമ്നയിൽ ഒരു ഫെലിസ്ത്യ കന്യകയെ കണ്ടു. മോനെ ന്യായാധിപന്മാർ 14 ഇവിടെ ഇട്ട കുറച്ചുകൂടി മനസ്സിലാക്കാൻ. ഇങ്ങോട്ട് നോക്ക്. അനന്തരം ശിംശോൻ തിമ്നയിലേക്ക് ചെന്ന് തിമ്നയിൽ ഒരു ഫെലിസ്ത്യ കന്യകയെ കണ്ടു. ശ്രദ്ധിച്ചേ. ഇപ്പം വേർപെട്ടവൻ, പ്രമാണമുള്ളവൻ, നാസീർ വ്രതക്കാരൻ എവിടെ പോയി പെണ്ണ് കണ്ടു? പറ. ജാതികളുടെ ഇടയിൽ പോയി പെണ്ണ് കണ്ടു. മക്കളൊക്കെ കേൾക്കുന്നുണ്ടോ? കുഞ്ഞുങ്ങളെ ഇങ്ങോട്ട് കേക്ക്. നിങ്ങളൊക്കെ ഇനി കാണാനുള്ളവരാ, അതുകൊണ്ട് അങ്ങോട്ട് കേക്ക്. തിമ്നയിൽ ചെന്ന് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടവൻ ജാതികളുടെ ഇടയിൽ പോയി പെണ്ണ് കണ്ടെന്നതാ ഈ പറഞ്ഞു വരുന്നേ. പെണ്ണ് കണ്ടു. അടുത്ത വാക്ക്, അവൻ വന്ന് തന്റെ അപ്പനെയും അമ്മയെയും അറിയിച്ചു. ഒരു സ്തോത്രം പറഞ്ഞാട്ടെ. പറ, ഒരു സ്തോത്രം പറ. എന്തിനാ പറഞ്ഞേ? വന്ന് പറഞ്ഞല്ലോ. ഇപ്പൊ പറച്ചിലൊന്നും ഇല്ലല്ലോ. കാലം മാറിയില്ലേ? ഇപ്പൊ പറച്ചിലൊന്നുമില്ല. എന്താ പറഞ്ഞത്? ഞാൻ തിമ്നയിൽ ഒരു ഫെലിസ്ത്യ കന്യകയെ കണ്ടിരിക്കുന്നു, അവളെ എനിക്ക് ഭാര്യയായിട്ട് എടുക്കണം. വേർപെട്ടമെന്ന് പറയുക. ജാതികളുടെ ഇടയിൽ ഒരു പെണ്ണ് കണ്ടു, അതിനെ എനിക്ക് കെട്ടിച്ച്. ഇനി ഇപ്പോഴത്തെ പിള്ളേർ ഇച്ചിരൂടെ മാറ്റം വരുത്തിയാ പറഞ്ഞത്, പപ്പ ഞാൻ ഇൻസ്റ്റയിൽ ഒരു ചേട്ടന് ഫേസ്ബുക്കിൽ കണ്ടു, ട്വിറ്ററിൽ കണ്ടു, അതിനെ എനിക്ക് വേണം എന്നാ പറയാ. അടുത്ത വാക്ക്, അവന്റെ അപ്പനും അമ്മയും അവനോട് അഗ്രചർമ്മികളായ ഫെലിസ്ത്യരിൽ നിന്ന് നീ ഒരു ഭാര്യ എടുക്കാൻ പോകേണ്ടതിന് നിന്റെ സഹോദരന്മാരുടെ കന്യകമാരും നമ്മുടെ ജനത്തിന്റെ ഇടയിലും നമ്മുടെ സകല ജനത്തിന്റെ ഇടയിലും യാതൊരുത്തിയും ഇല്ലയോ എന്ന് ചോദിച്ചു. ശ്രദ്ധിച്ചേ. അപ്പനും അമ്മയും നെഞ്ചത്തടി തുടങ്ങി. എൻ്റെ പൊന്നുമക്കളെ, നമ്മൾ രക്ഷിക്കപ്പെട്ടു, ഞാൻ ദൈവകൃപയിൽ നിൽക്കുന്നല്ലേ എടാ, കമ്മലുമാല ഇല്ലെന്നല്ലേ ഉള്ളടാ, സുന്ദരികൾ നമ്മുടെ ഇടയിൽ ഇല്ലാഞ്ഞിട്ടാണോടാ നീ ജാതികളുടെ ഇടയിൽ ഇതിനെ കൊണ്ട് വന്നേക്കുന്നതൊക്കെ ചോദിച്ചു. അപ്പനും അമ്മയും നെഞ്ചത്തടി തുടങ്ങി. നമ്മുടെ ഇടയിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമായി പറയുന്നത്. നെഞ്ചത്തടി തുടങ്ങി. അതിന് ശിംശോൻ നോക്ക്, അപ്പനോട് തിരിച്ചു സംസാരിക്കാൻ തുടങ്ങി. അവളെ എനിക്ക് എടുക്കണം, അവളെ എനിക്ക് ബോധിച്ചിരിക്കുന്നു. നിങ്ങളാരും അല്ലല്ലോ കെട്ടുന്നത്, ഞാനല്ലേ കെട്ടുന്നത്, എൻ്റെ ജീവിതം ഞാനല്ലേ തീരുമാനിക്കുന്നത്. അപ്പനോട് നേരിട്ട് സംസാരിക്കാൻ തുടങ്ങി. പോന്ന പോക്ക് കണ്ടോ? ഇപ്പോഴത്തെ പിള്ളേർ ഇച്ചിരൂടെ മായത്തെ പറയും, പപ്പയ്ക്ക് എന്നാ ഞാനൊരു ആത്മാവിനെയും കൂടെ നേടാൻ പോവല്ലേ എന്ന്. ഞാനൊരു ആത്മാവിനെയും കൂടെ നേടാം. പപ്പയ്ക്ക് മനസ്സിലായി അതെങ്ങനെയാടാ ആത്മാവിനെ നേടുന്നത്? സ്നാനപ്പെടാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. എൻ്റെ കുഞ്ഞ് ഇത്ര ചെറുപ്പത്തിലെ ആത്മാവിനെ നേടാൻ കഷ്ടപ്പെടുന്നത് നിങ്ങൾ കാണുന്നുണ്ടോ? മനുഷ്യ ഉണ്ടെന്നില്ലല്ലോ ആരും. സ്നാനപ്പെടാമെന്ന് സമ്മതിച്ചു പോലും. എന്തിന്? കല്യാണം കഴിക്കാനല്ല സ്നാനപ്പെടേണ്ടത്, കാൽവരി കണ്ടിട്ടാണ് സ്നാനപ്പെടേണ്ടത്.
കല്യാണം കഴിച്ച ആത്മാവിന് നേടുന്ന വകുപ്പ് ദൈവസഭയ്ക്കില്ല. അതിന് വേറെ പേരുണ്ട്, ലവ് ജിഹാദ് എന്ന് പറയും. മനസ്സിലായോ? ഒന്നിനെ സ്നേഹിച്ചും പ്രേമിച്ചും സഭയെ കൊണ്ടുവന്ന് മുക്കി പള്ളിയിൽ എണ്ണം കൂട്ടുന്ന പരിപാടിക്ക് ഇട്ടിരിക്കുന്ന പേര് ജിഹാദ്, ലവ് ജിഹാദ് എന്ന. ദൈവസഭയ്ക്ക് ലവ് ജിഹാദ് ഇല്ല. അതുകൊണ്ട് അങ്ങനെ ആത്മാവിനെ നേടാൻ ആരെങ്കിലും ഒരുക്കപ്പെട്ട് വെച്ചിരിക്കുന്നെങ്കിൽ ഇന്ന് രാത്രി കൊണ്ട് ബൈ ബൈ പറഞ്ഞ് അവനവൻ്റെ കാര്യം നോക്കിക്കോണം. മനസ്സിലായോ? ഞാനൊരാത്മാവിനെയും കൂടെ നേടാൻ പോവില്ലേ എന്ന്. സ്തോത്രം. ആത്മാവിനെ നേടുക എന്ന് പോലും എങ്ങനെ? കല്യാണം കഴിച്ചിട്ട് ഒരാത്മാവിനും കൂടെ ഞാൻ നേടും തോന്നല. ഒന്ന് ശ്രദ്ധിച്ചാട്ടെ. ഇപ്പോൾ ഒരു ട്രെൻഡ് ഇങ്ങനെ ഉണ്ട്. ഞാൻ നിലമ്പൂര് ഒരു മീറ്റിങ്ങിന് പോയി. ഇതുപോലെ വിഷയം ക്ലാസ് എടുത്ത് കഴിഞ്ഞപ്പോൾ അവിടുത്തെ സഭാ പാസ്റ്റർ ഭക്ഷണം കഴിക്കാനിരുന്നപ്പോൾ അടുത്ത് വന്നിട്ട് പറഞ്ഞു, പാസ്റ്ററേ, ദൈവം ഇറങ്ങി സംസാരിച്ചതാ, ദൈവാത്മാവ് ഇടപെട്ടതാ. ഞാൻ ചോദിച്ചു, എന്നാ അച്ഛാ? അവിടെ ഒരു സംഭവം ഉണ്ടായി. എന്താ? വിദേശത്തെങ്ങാണ്ട് പഠിക്കാൻ പോയ പെണ്ണ് അന്യജാതിയപ്പെട്ട ഒരുത്തനുമായിട്ട് കണക്ഷൻ ഉണ്ടായി. അവസാനം പപ്പയും അമ്മയും അറിഞ്ഞിട്ട് ആ പാട് ബഹളമായി. ലാസ്റ്റ് പപ്പയും അമ്മയും ഈ ചെറുക്കനും പെണ്ണും എല്ലാം കൂടെ അങ്ങ് ഒത്തിട്ട് അവനോട് പറഞ്ഞു, എന്ത് ചെയ്യണം? സ്നാനപ്പെടണം. അവൻ പറഞ്ഞു, എൻ്റെ പൊന്നിനെ കെട്ടാൻ വേണ്ടി 1 അല്ല 9 വട്ടം സമ്മതിച്ചു. എന്നിട്ട് ഇവർ പാസ്റ്ററോട് വന്നിട്ട് പറഞ്ഞു, പാസ്റ്റർ ഒരു കാര്യം ചെയ്യണം, അവനൊരു 4 ആഴ്ച നമ്മുടെ ചർച്ചിൽ വരും, 5-ാമത്തെ ആഴ്ച പാസ്റ്റർ സ്നാനപ്പെടുത്തി കെട്ടിക്കണം. ഇങ്ങനെ കുറേ അവന്മാർ പാസ്റ്റർ എന്നും പറഞ്ഞ് നടപ്പുണ്ട്. ഇവനൊക്കെ ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് അടി മേടിക്കാതെ പോവുകയില്ല. അപ്പോൾ ഈ ദൈവദാസൻ നോക്കണം, ആ സഭയിൽ ആഴ്ച, നമ്മുടെ നാട്ടിൽ ഇന്ത്യൻ റുപ്പി അനുസരിച്ച് ആഴ്ച കുറഞ്ഞത് 5000 രൂപയ്ക്കകത്ത് ദശാംശം കൊടുക്കുന്ന ഫാമിലിയാണ്. ആഴ്ചയിൽ കുറഞ്ഞത് 5000-ത്തിനകത്ത് ദശാംശം കൊടുക്കുന്ന ഫാമിലിയാണ്. ഇനി നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ ഒരു കഥയായിട്ട് തോന്നി നിങ്ങൾ യോഗം കഴിഞ്ഞ് എൻ്റെ അടുത്ത് വന്നാൽ ഞാൻ സഭയും സഭാ പാസ്റ്ററേയും പേര് പറയാം. വീഡിയോയിൽ പറയത്തില്ല, ചുമ്മാ പറയുന്നതാണെങ്കിൽ അല്ല, നല്ല ദശാംശം കിട്ടുന്നത്. ഞാൻ പാസ്റ്റർ പറഞ്ഞു ഞാനിത് ചെയ്യൂല എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞങ്ങൾ ഈ സഭ വിട്ട്, അതല്ലേ വഴി, ഞങ്ങളാണ് സഭ വിട്ട് പോകുമെന്ന് പറഞ്ഞു. ഓ, നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ തീരുമാനിച്ചോളാൻ പറഞ്ഞു. ഞാൻ കെട്ടിക്കൂല എന്ന് പറഞ്ഞു. ദൈവവചനം അതിനെ അനുവദിക്കുന്നില്ലെന്ന് പറഞ്ഞു. അവർ സഭ വിട്ടു പോയി. സഭ വിട്ടു പോയി അവർ മറ്റൊരു ഡിനോമിനേഷനിൽ ചെന്നു. അവിടുത്തെ പാസ്റ്റർ എന്ത് ചെയ്തു? കെട്ടിച്ചും കൊടുത്തു. ഹാപ്പി, സന്തോഷമായി മുന്നോട്ട് പോയി. പക്ഷെ അടുത്ത വാക്ക്, ആ ദൈവദാസൻ പറഞ്ഞൊരു അടുത്ത വാക്ക്, ഇന്ന് ഞാനത് ഓർത്തിരിക്കാൻ കാരണം അടുത്ത വാക്കാണ്. ആ ദൈവദാസൻ എന്നോട് പറഞ്ഞു, എൻ്റെ ദൈവദാസനെ, അന്ന് ഞാനത് ചെയ്തിരുന്നെങ്കിൽ എൻ്റെ സഭയിൽ വളർന്നു വരുന്ന കുഞ്ഞുങ്ങളുണ്ട്. എൻ്റെ സഭയിൽ സൺഡേ ക്ലാസ്സിനിരിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. അവരിത് കണ്ട് വളർന്നു വരിക. നാളെ അവർക്ക് ഇഷ്ടപ്പെട്ട ഓരോന്നിനെ കൊണ്ടുവന്നിട്ട് സ്നാനപ്പെടുത്തി കെട്ടിക്കണമെന്ന് പറഞ്ഞാൽ അന്ന് എനിക്ക് നോ പറയാൻ പറ്റില്ല. എൻ്റെ തലമുറകളെ ഞാൻ വഞ്ചിക്കില്ല. അതിനെത്ര ലക്ഷം രൂപ എനിക്ക് നഷ്ടപ്പെട്ടാലും എൻ്റെ ദൈവം എന്നെ പോറ്റിക്കൊള്ളും. വചനത്തിൻ്റെ പ്രമാണം വിട്ട് ഞാനിതിന് കൂട്ടു നിൽക്കില്ലെന്ന് പറഞ്ഞു. ഇന്ന് രാത്രി സ്നേഹത്തോടെ ഞാൻ പറയാം, അറിവില്ലായ്മ കൊണ്ടാണെങ്കിൽ പോലും ഏതെങ്കിലും വിധത്തിൽ ദൈവഹിതമല്ലാത്ത ബന്ധങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി ഇതാകുന്നു രക്ഷാ ദിവസം, ഇതാകുന്നു സുപ്രസാദ കാലം. എനിക്കറിയത്തില്ലായിരുന്നു, എനിക്ക് തിരിച്ചറിവ് വന്നു. അതുകൊണ്ട് ഈ വിഷയത്തിൽ ഞാൻ മുന്നോട്ടില്ല. നിലപാടെടുക്കണം. സ്തോത്രം. അവളെ എനിക്ക് ബോധിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അടുത്ത വാക്ക്, ഇത് യഹോവയാൽ ഉണ്ടായത് എന്ന് അവന്റെ അപ്പനും അമ്മയും അറിഞ്ഞില്ല. അയ്യോ പാസ്റ്ററേ, ഇത് യഹോവയാലുണ്ട്. എന്തുവാ, കല്യാണക്കാരിയോ? അടുത്ത വാക്യം വായിര്. അവൻ ഫെലിസ്ത്യരുടെ നേരെ അവസരം അന്വേഷിക്കുകയായിരുന്നു. ദൈവം അഥവാ അവൻ ഫെലിസ്ത്യരുടെ നേരെ അവസരം അന്വേഷിക്കുകയായിരുന്നു. എന്തിന്? ആ കാലത്ത് ഫെലിസ്ത്യനായിരുന്നു ഇസ്രായേലിന് വാണിരുന്നത്. ഇസ്രായേൽ ജനം വിതച്ച് വിളവെടുക്കുന്ന സമയമാകുമ്പോൾ ഇസ്രായേലിന്റെ നന്മയെ മുടിച്ചു കൊണ്ടുപോകുന്ന ഫെലിസ്ത്യനെതിരെ സ്വർഗം അവസരം നോക്കിയിരിക്കുമ്പോഴാ ഇവൻ പോയി കുരുത്തക്കേട് ഒപ്പിച്ചുകൊണ്ട് വന്ന്. ദൈവം മിണ്ടിയില്ല. ദൈവം മിണ്ടാത്തത് ദൈവഹിതമാണെന്ന് തെറ്റിദ്ധരിക്കരുത്. ചിലയിടത്ത് ദൈവം മൗനം പാലിക്കും. നീ പോയി പഠിക്കടാന്ന് വെച്ചിട്ട്. ഇനി ഇത് ദൈവഹിതം അല്ലെന്ന് എങ്ങനെയാ പാസ്റ്ററെ തെളിയിക്കുന്നതെന്നല്ലേ? തെളിയിക്കാം, അവിടെ ഇരിക്കട്ടെ. ഇസ്രായേലിന് വാണിരുന്നത്. അടുത്തത്, അങ്ങനെ ശിംശോനും അവന്റെ അപ്പനും അമ്മയും തിമ്നയിലേക്ക് പോയി. നിൽക്കട്ടെ ഒരു നിമിഷം. ഇച്ചിരി മുമ്പ് ഈ തന്തൻ തള്ളയല്ലേ നെഞ്ചത്തടിച്ചേ? ഇല്ലേ?
ഇച്ചിരി മുമ്പ് ഈ തന്തൻ തള്ളല്ലേ പറഞ്ഞു, യോ ജാതികളുടെ ഇടയിൽ നിന്ന് പെണ്ണിനെ എടുക്കാൻ നമുക്ക് ഇതെല്ലാം നാടകമാണ്. സഭയ്ക്കകത്ത് കയറിയുന്ന വലിയ നാടകം കളിക്കും. യോ നമ്മൾ ദൈവമക്കളല്ലേ പാസ്റ്ററേ, നമുക്കതിന് പ്രമാണമുണ്ടോ? എന്നിട്ട് നമ്മളറിയാതെ രഹസ്യമായിട്ട് പോയി ചെറുക്കനെ കൊണ്ട് പെണ്ണ് കാണാൻ പോവാ. ഇമാതിരി തള്ളൻ തന്തയാണ് നല്ല വടിക്കടിക്കേണ്ടത്. എന്നിട്ട് പിന്നെ പറയും, ഓ എന്തോ ചെയ്യാനാ, വിശക്കുപ്പിയും കൊണ്ട് നിൽക്കും. ഞാൻ ഒന്നും പറയുന്നില്ല. തിമ്നയ്ക്ക് പോയി പെണ്ണ് കാണാൻ പോയി. വായിച്ചു നിർത്താം. തിമ്നക്കരികെയുള്ള മുന്തിരിത്തോട്ടങ്ങളിൽ എത്തിയപ്പോൾ ഒരു ബാലസിംഹം അവന്റെ നേരെ പണി തുടങ്ങുന്ന നോക്കിക്കോ. എന്റെ ചോദ്യം നിങ്ങളോട്, മുന്തിരിത്തോട്ടത്തിലാണോ സിംഹം? ആണോ? ഒന്നുകിൽ കാട്ടിൽ അല്ലെങ്കിൽ മ്യൂസിയത്തിൽ. മുന്തിരിത്തോട്ടത്തിൽ എവിടാ സിംഹം? വല്ല മനസ്സിലാവുന്നുണ്ടോ? ഇല്ല, നാട്ടിൽ വരുമ്പോൾ നിങ്ങൾ കുമളി കഴിഞ്ഞ് കമ്പത്തോട്ട് പോയാൽ മുന്തിരിപ്പന്തൽ കാണാം. അവിടെയൊക്കെ പോയി നോക്കണം. അവിടെ അങ്ങ് സിംഹമൊന്നുമില്ല. സ്തോത്രം. ഒരു ജീവിയില്ല, കാട്ടുജീവികളൊന്നുമില്ല. മനസ്സിലാവുന്നുണ്ടോ? ഇവിടെ തിമ്നക്കരികെയുള്ള മുന്തിരിത്തോട്ടങ്ങളിൽ എത്തിയപ്പോൾ സിംഹം വന്നെന്ന്. എന്താ കാര്യം? ഓർത്തു നോക്ക്. മുന്തിരിയുടെ കുരു തൊട്ട് തൊലി വരെയുള്ള അനുഭവം വേർപെട്ടവന്റെ ജീവിതത്തിൽ ഉണ്ടാകരുന്ന പ്രമാണം കിടക്കുമ്പോൾ ഇപ്പൊ പോകുന്നത് കുരുവല്ല, തൊലിയല്ല, തോട്ടത്തിന്റെ അകത്തൂടെ. ഇന്ന് രാത്രി ഒരു ദൂത് ഞാൻ ഇങ്ങനെ കൈമാറാം. ദൈവഹിതമല്ലാത്ത വഴിയിലൂടെ കാലുവെച്ച് നടക്കാൻ തുടങ്ങുന്നെങ്കിൽ ഓർത്തോണം, പ്രതികൂലത്തിന്റെ സിംഹം നമ്മുടെ നേരെ അലറിക്കൊണ്ടുവരാനുള്ള സമയമെടുത്തിട്ടുണ്ട്. സ്തോത്രം. കേട്ടോ? അത് അവനെ കീറിക്കളയാൻ, അത് ശിംശോനെ അവസാനിപ്പിക്കാൻ ദൈവം എന്ത് ചെയ്തില്ല? അനുവദിച്ചില്ല. ദാറ്റ് മീൻസ് അവസരം കൊടുത്തു. തിരിഞ്ഞു നടക്കായിരുന്നു. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിൽ ഞാൻ ഇങ്ങനെ പറയാം, ദൈവഹിതമല്ലാത്ത ഫോൺ കോളിന് ചെവി കൊടുക്കുന്നെങ്കിൽ, ദൈവഹിതമല്ലാത്ത ബന്ധങ്ങളിൽ ഇടപെട്ടിട്ടുണ്ടെങ്കിൽ, ദൈവഹിതമല്ലാത്ത ചാറ്റും ചീറ്റുമായിട്ടിരിക്കുന്നുണ്ടെങ്കിൽ, ഇന്ന് രാത്രി ഇവിടുന്ന് എഴുന്നേറ്റ് പോകുമ്പോൾ അതിനെ ബ്ലോക്ക് ചെയ്ത് ദൂരെ കളഞ്ഞിട്ട് തിരിഞ്ഞു നടക്ക്. ഇതാണ് നിന്റെ ലാസ്റ്റ് വണ്ടി, ഇതാണ് നിന്റെ അവസാനത്തെ ബസ്. ഇതിൽ കയറിയില്ലെങ്കിൽ ഇനി ഒരു വണ്ടി നിനക്കില്ല, ഇനി ഒരു ദൂത് നീ കേൾക്കത്തുമില്ല. ഓർമ്മയിൽ വെച്ചോ, പരിശുദ്ധാത്മാവിൽ ഇടപെടുകയാ. ഈ ദൂത് നിന്റെ ഹൃദയത്തിൽ വെച്ചോ, ഇനി ഒരു ദൂത് കേൾക്കാൻ നീ ഉണ്ടാകത്തില്ല തിരിഞ്ഞു നടന്നില്ലെങ്കിൽ. തിരിഞ്ഞു നടന്നോ. ദൈവഹിതമല്ലാത്ത വഴിയിലൂടെ മുമ്പോട്ട് പോയി. എന്തു ചെയ്തു? അലറി വന്നു. അടുത്ത വാക്ക്, അപ്പോൾ യഹോവയുടെ ആത്മാവ് അവന്റെ മേൽ വന്ന് കയ്യിൽ ഒന്നും ഇല്ലാതിരിക്കാൻ അവനെ ആട്ടിൻകുട്ടിയെ പോലെ കീറിക്കളഞ്ഞു. തിരിഞ്ഞു നടന്നില്ല. താൻ ചെയ്തത് അപ്പനോടും അമ്മയോട് പറയാതെ വീണ്ടും മുന്നോട്ട് നടന്നു. വീട്ടിൽ പോയി ആ വേദഭാഗം ഒന്ന് വായിക്കുമ്പോൾ കാണാം, മുന്നോട്ട് പോയവൻ പെണ്ണ് കണ്ടു, വിരുന്ന് കഴിച്ചു, വീഞ്ഞു വിളമ്പി. ഒന്നീ തെറ്റി, രണ്ടീ തെറ്റി. ആമേൻ. തിരിച്ചു വരുമ്പോൾ സിംഹത്തിന്റെ ശവത്തിന്റെ അടുക്കൽ ചെന്നു. മൂന്നേ തെറ്റി. ശവത്തിന്റെ അടുക്കൽ ചെല്ലരുതെന്ന് വായിച്ചില്ലേ 6-ാം അധ്യായത്തിൽ? ഓർമ്മയുണ്ടോ? തന്റെ നാസിർവ്രത കാലത്തൊക്കെ അവൻ ശവത്തിന്റെ അടുക്കൽ ചെല്ലരുത്. അപ്പൊ 1 തെറ്റി, 2 തെറ്റി, 3 തെറ്റി. ഒന്നീ തെറ്റിക്കൊണ്ടേയിരുന്നു. ആദ്യം തിരിച്ചു നടന്നെങ്കിലോ തെറ്റിപ്പോയി. പിന്നെ ദലീലയുടെ മടിയിലെത്തി. കൃപ പോയ വഴി അറിഞ്ഞില്ല. ഇന്ന് രാത്രി ഒരൊറ്റ വാക്യം വായിച്ച് താൽക്കാലികമായി പ്രാർത്ഥിക്കാം. ദൈവഹിതമല്ലാതെ സ്വന്തം കണ്ണിന് ഇഷ്ടത്തിന് തെരഞ്ഞെടുത്ത് അതിന് എന്ത് സംഭവിച്ചെന്ന് ക്ലൈമാക്സ് അറിയണ്ടേ? അതിന്റെ 20-ാം വാക്യം വായിച്ചോ. ശിംശോന്റെ ഭാര്യ അവന്റെ കൂട്ടുകാരനായിരുന്ന തോഴന് ഭാര്യയായി തീർന്നു. മതി. സ്വന്തമായിട്ട് തെരഞ്ഞെടുത്ത് ആരുടെ കൂടെ പോയി? കൂട്ടുകാരൻ്റെ കൂടെ പോയി. ക്ലൈമാക്സ് എങ്ങനെ ഉണ്ട്? അപ്പനെ എതിർത്ത്, അമ്മയെ എതിർത്ത്, വചനത്തെ എതിർത്ത്, എല്ലാത്തിനും എതിർത്ത്. ഞാനിപ്പോൾ നേടും, ഞാനിപ്പോൾ മൂക്കും, ഇതൊക്കെ ചുമ്മാതാ കുഞ്ഞേ. ദൈവഹിതമല്ലാത്ത തെരഞ്ഞെടുപ്പ് ഒരൊറ്റ കുടുംബ ജീവിതത്തിലും സ്വസ്ഥത തരികേല. ദൈവഹിതമല്ലാത്ത തെരഞ്ഞെടുപ്പ് കൂട്ടുകാരൻ്റെ കൂടെ പോയി. നമ്മൾ വായിക്കുന്നില്ലേ, 20 45 കൂടെ പോയി. ഉടനെ നമ്മൾ ചോദിക്കും, അയ്യോ ഇവക്കൊക്കെ എന്നാത്തിന്? തെരഞ്ഞെടുപ്പ് ശരിയല്ലെങ്കിൽ ചാടി പോകും. അതുകൊണ്ട് ഇന്ന് രാത്രി വിവാഹത്തിലേക്ക് പ്രവേശിക്കാനോ അതിനായി ഒരുങ്ങുന്നവരോ ആയ കുഞ്ഞുങ്ങളോട് ഞാൻ പറയാം, കുഞ്ഞെ, നിങ്ങളുടെ ജീവിതത്തിൽ ദൈവഹിതമല്ലാത്ത തെരഞ്ഞെടുപ്പുണ്ടാകരുത്. വേർപാടിൻ്റെ 3-ാം ഘട്ടം, അവിശ്വാസികളുമായി പിണ കൂടരുത്. കണ്ണുകളടയ്ക്കാം.